വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കർത്താവായ യേശു തൻ്റെ 30 വർഷക്കാലത്തെ രഹസ്യ ജീവിതം അവസാനിപ്പിച്ച് 3 വർഷം നീണ്ടു നിൽക്കുന്ന പരസ്യ ജീവിതത്തിലേക്ക് കടക്കുന്നത് ഒരു വിവാഹ ബന്ധത്തെ ആശീർവദിച്ചുകൊണ്ടാണ്. നമ്മൾ കാണുന്നു, പിതാവായ ദൈവം ആദ്യം സ്ഥാപിച്ചത് വിവാഹമാണ്. ഉൽപ്പത്തി 2:23 നമ്മൾ ഇന്നലെ കണ്ടു. പുത്രനായ മിശിഹ ആദ്യം ആശീർവദിച്ചതും യോഹന്നാൻ്റെ വിവരണപ്രകാരം ഒരു വിവാഹ സദ്യയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം കാനായിലെ കല്യാണ സദ്യ. ഈ ബൈബിൾ ഭാഗത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മളൊന്നറിയണം. നമ്മുടെ നാട്ടിൽ ഡിസംബർ 31-ാം തീയതി ഒരു വിവാഹമുണ്ട് എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ 30-ന് വൈകിട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കും. 31-ന് പള്ളിയിൽ ചെല്ലും, കർമ്മത്തിൽ പങ്കെടുക്കും. പിന്നെ ഭക്ഷണവും കഴിച്ച് പല്ലും കുത്തി കുറ്റവും പറഞ്ഞുകൊണ്ട് തിരിച്ചു പോരും. ഇതാണ് നമ്മുടെ നാട്ടിൽ വിളിച്ചവരും വിളിക്കപ്പെട്ടവരും തമ്മിലുള്ള ബന്ധം. ചിലർ വിവാഹത്തിന് പോലും പോവുകയല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ പോകുന്ന കാണാം. അതൊരു പാപങ്ങീയമാണ്. ഇതാണ് നമ്മുടെ രീതി. പക്ഷെ യഹൂദർക്കിടയിൽ അങ്ങനെയല്ല. ഡിസംബർ 31-ാം തീയതി ഒരു വിവാഹമുണ്ട് എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ 26-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഇഷ്ടമുള്ളപ്പോഴൊക്കെ കയറി ചെല്ലണം. അങ്ങനെ കയറി ചെല്ലുമ്പോൾ സാമാന്യ മര്യാദയുടെ ഭാഗമായിട്ട് കുടിക്കാൻ കൊടുക്കുന്ന പാനീയമാണ് വീഞ്ഞ്. ഒറ്റ കാര്യം ചെയ്താൽ മതി, ക്ഷണിക്കപ്പെട്ട ആൾക്കാർ ക്ഷണക്കത്ത് എടുക്കാൻ മറക്കരുത്. ക്ഷണക്കത്ത് കൊണ്ടുപോവുക, സെക്യൂരിറ്റി ഓഫീസറെ കൊടുക്കുക. അദ്ദേഹം കത്ത് മേടിച്ച് വെച്ചിട്ട് മഴക്കോട്ട് പോലെ ഒരു ഓവർകോട്ട് ഇടാൻ കൊടുക്കും. അത് വിട്ടുകൊണ്ട് അകത്ത് കയറി ചെല്ലുക. അതിൻ്റെ പേരാണ് വിവാഹ വസ്ത്രം. അതിട്ടുകൊണ്ട് ചെന്നാൽ കഴുത്തറ്റം തിന്നാം, മൂക്കറ്റം കുടിക്കാം, ഏമ്പക്കവും വിട്ട് ഇറങ്ങിപ്പോരുക. പോരുമ്പം കോട്ടൂരി കൊടുക്കുക, കത്ത് മേടിച്ച് പോക്കറ്റിലിടുക, വീട്ടിൽ ചെല്ലുക, കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേൽക്കുക, കത്തെടുക്കുക, കൊണ്ട കൊടുക്കുക, കോട്ടിടുക, ഇഷ്ടം പോലെ കഴിക്കുക. അങ്ങനെ ഒരാഴ്ചക്കാലം ചെയ്യാം. അത് യഹൂദരുടെ വിവാഹത്തിൻ്റെ രീതിയാണ്. ബൈബിളിൽ ഒരു മനുഷ്യനെ കാണാം, കല്യാണപ്പന്തലിലേക്ക് കോട്ട് വിടാതെ കത്ത് എടുക്കാതെ ബ്രേക്ക് പൊട്ടിയ വണ്ടി പോലെ ഇടിച്ച് കയറി ചെന്നു. അവനെ ചെവിക്ക് പിടിച്ച് തൂക്കി പുറത്തേക്ക് വിടുക. കാരണം അവൻ വിവാഹ വസ്ത്രം ധരിച്ചില്ല, അത്രയും ഒരുക്കം പോലും ചെയ്തില്ല. ഒരാഴ്ചക്കാലം പലരും കയറി ഇറങ്ങി ഉള്ള വീഞ്ഞ് മുഴുവൻ കുടിച്ചു തീർത്തു. അപ്പോഴാണ് കർത്താവായ യേശു വരുന്നു. യേശു വന്നപ്പോൾ യേശു മാത്രമല്ല, വിളിക്കാത്ത കുറേയേറെ പേര് യേശുവിനെ കാണാൻ വേണ്ടി വന്നു. നമ്മുടെ സ്ഥലം MLA-യോ MP-യെയോ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അവർ മാത്രമല്ല, വിളിക്കാത്ത ഒരുപാട് പേര് ഒപ്പം വലിഞ്ഞു കയറി വരും, ലോക്കൽ നേതാക്കന്മാർ. ഇതുപോലെ കർത്താവായ യേശു വന്നപ്പോൾ ആൾക്കാർ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആര്യഭവനിലോ മറ്റ് വെജിറ്റേറിയൻ ഹോട്ടലിലോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ട് നമ്മൾ ഓർഡർ കൊടുക്കുന്നത് നെയ് റോസ്റ്റ്, പൂരി മസാല, ചപ്പാത്തി, മസാല ദോശ, ഇതിനൊക്കെ ഓർഡർ കൊടുക്കുമ്പോൾ ഓർഡർ കൊടുക്കാത്ത ഒരു വയ്യാവേലി ഒപ്പം കയറി വരും. തൊളവട എന്ന് പറയുന്ന ഉഴുന്നുവട. പിന്നെ മര്യാദ ഉള്ളതുകൊണ്ട് അവൻ്റെ മോന്തയ്ക്കിട്ട് എറിയുകയല്ല, നമ്മൾ തിന്നിട്ട് പോരും. ഇതുപോലെ വിളിക്കാത്ത വിരുന്നുകാരായി കുറേയേറെ പേര് യേശുവിനോടൊപ്പം കടന്നു വന്നു. ഇത്രയും പേര് വന്നപ്പം കുടിക്കാൻ കൊടുക്കാൻ വീഞ്ഞില്ല. വീട്ടുകാർക്ക് നാണക്കേട്. ആ നാണക്കേടിൽ പരിശുദ്ധ അമ്മ തൻ്റെ ഡ്യൂട്ടി ആരംഭിച്ചു. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധ അമ്മ ലോകത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ, മറിയം ലോകത്തിലേക്ക് വന്നത് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ടാണ്. 2010 വർഷങ്ങൾക്കപ്പുറത്ത് അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന മോനെ ഈ കുടുംബത്തിന് വീഞ്ഞ് തീർന്നുപോയി.
2010 വർഷങ്ങൾ കഴിയുമ്പോൾ അമ്മ പറയുന്നു, മോനെ, ദമ്പതിമാരുടെ സ്നേഹം വാർന്നുപോയി, സമ്പത്ത് ഊർന്നുപോയി, കൃപ ചോർന്നുപോയി, നീ കൊടുക്ക്. അമ്മ പ്രാർത്ഥിച്ചു, പുത്രൻ പ്രവർത്തിച്ചു. കൽഭരണികൾ കഴുത്തോളം നിറയ്ക്കപ്പെട്ടു. കഴുത്തോളം നിറയ്ക്കപ്പെട്ട കൽഭരണികൾക്ക് മേൽ രക്ഷകന്റെ പുണ്യകരങ്ങൾ നീട്ടിപ്പിടിച്ചു. ഒരു നിമിഷം കൊണ്ട് വിളറി വെളുത്ത പച്ചവെള്ളത്തിൻ്റെ മുഖം നവവധുവിൻ്റെ മുഖം പോലെ ചുവന്നു തൊടുത്തു. വീര്യമുള്ള വീഞ്ഞായി വാരി കോരി വിളമ്പി. ഇതാണ് നമ്മൾ കാണുക. ഇവിടെ കലവറക്കാരൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. എല്ലാവരും നല്ല വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് അവസാനം വരെ സൂക്ഷിച്ചു വെച്ചല്ലോ. എല്ലാ ജീവിതാന്തസ്സിലും നല്ല വീഞ്ഞ് ആദ്യം വിളമ്പും. ഷാപ്പിൽ ചെന്ന് കുടിക്കുമ്പം ആദ്യം നല്ല കള്ള്, തലയ്ക്ക് പിടിച്ചാൽ പിന്നെ കഞ്ഞിവെള്ളത്തിന് മട്ട് കലക്കിയാലും ഉഗ്രൻ എന്നും പറഞ്ഞ് കുടിച്ചിട്ട് പോരും. ബാർ ഹോട്ടലിൽ ആദ്യം നല്ലത്, പൂസായി കഴിയുമ്പം സെക്കൻഡ് എന്നും പറയുന്നത് താഴ്ന്ന സാധനം കൊടുക്കുന്ന കാണാം. നല്ലതെല്ലായിടത്തും വിളമ്പും. അച്ഛന്മാരെ കണ്ടിട്ടില്ലേ? പട്ടം കിട്ടിയ ആദ്യ കാലങ്ങളിൽ പുത്തൻ അച്ഛന്മാരുടെ ശുശ്രൂഷ കണ്ടാൽ നല്ല വീഞ്ഞാണ്. പട്ടം കിട്ടിയ ആദ്യ കാലങ്ങളിൽ അച്ഛന്മാർ കുർബാന അർപ്പിക്കുന്ന കണ്ടാൽ തോന്നും ഈ കക്ഷി തന്നെയായിരിക്കും മിക്കവാറും വിശുദ്ധ കുർബാന സ്ഥാപിച്ചയാൾ. എന്ത് ഗദ്ഗത കണ്ടലായി നിലവിളിച്ച് നെടുവീർപ്പിട്ട് കുർബാന അർപ്പിക്കുന്ന കാണാം. പുത്തൻ അച്ഛന്മാരും ഒരു സമാധാനം കൊടുക്കുന്ന കണ്ടാൽ കുരിശിൻ്റെ നീളം പരലോകം മുതൽ പാതാളം വരെയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. 10-15 വർഷം കഴിഞ്ഞ് അച്ഛന് സമാധാനം കൊടുക്കുന്ന കണ്ടാൽ പൂച്ച മണ്ണു മാന്തിയ പോലെ സമാധാനം നിങ്ങളോടുകൂടെ. ആദ്യത്തെ വീര്യം പോയി, ലഹരി പോയി. കുടുംബജീവിതക്കാർക്കും അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭാര്യ ഭർത്താവിനെ ചേട്ടാന്ന് മൊത്തം വിളിക്കുകയില്ല. ഇട്ട എന്ന് കേട്ടാൽ ഞെട്ടിയാലോ, ആദ്യാക്ഷരം മാത്രം. അവൾ അവനെ വിളിക്കും പ്രാണനാഥ പ്രാണനാഥ, അവൻ അവളെ വിളിക്കും കണ്ണേ കരളെ കാവൽ മാലാഖി. പ്രാണനാഥൻ്റെ കൂടെ 6 മാസം താമസിച്ചപ്പോഴല്ല അറിയുന്നത്. രാവിലെ 7 മണിക്ക് 2 കാലേ പോയ പ്രാണനാഥൻ രാത്രി 8 മണിക്ക് 4 കാലേ കയറി വരുന്നു. ഉടുതുണി പറിച്ച് തലയിൽ വട്ടം കെട്ടിയിട്ട് കൂദാശ പരികർമ്മം ചെയ്യാനായിട്ട്. പ്രാണനാഥ എന്ന് വിളിച്ച ഭാര്യ കാലമാട തിരുത്തി വിളിക്കുന്നു. കണ്ണല്ലേ കരളല്ലേ കാവൽമാലാകെ അല്ലേ എന്നും പറഞ്ഞ് ജീവിച്ചു. പക്ഷേ ഭാര്യയുടെ കൂടെ 6 മാസം ജീവിച്ചപ്പോഴാണ് 2 ചിറകും കൂടെ മുകളിലോട്ട് കയറി മുടുത്ത കൊമ്പായിട്ടും കീഴോട്ടിറങ്ങി ഒരു വാലായിട്ട് നീണ്ടപ്പം ഇത് തന്നെ മുതുപിശാച് എന്നുള്ള ഒരു തിരിച്ചറിവ് കിട്ടുമ്പോൾ കുടുംബജീവിതം തളരാൻ തുടങ്ങുന്നു, തകരാൻ തുടങ്ങുന്നു. കല്യാണം കഴിഞ്ഞു ആദ്യ നാളുകളിൽ ഭർത്താവും ഭാര്യയും കൂടെ ബസ്സിൻ്റെ മുൻ സീറ്റിൽ മുട്ടി ഉരുമി അടുത്തിരുന്നൊരു യാത്ര. കണ്ടക്ടർ വന്നിട്ട് പറയും ടിക്കറ്റ് ടിക്കറ്റ്. ഉടനെ കെട്ടിയവൻ പറയും കണ്ടക്ടറെ ഒറ്റ ടിക്കറ്റ്. കണ്ടക്ടർ ചോദിക്കും അതന്നെ ഇനിയും ഭാര്യയ്ക്ക് 4 വയസ്സ് പൂർത്തിയായിട്ടില്ലേ? ഉടനെ കെട്ടിയവൻ്റെ മറുപടി, പൊന്ന് കണ്ടക്ടറെ, ഇയാൾക്ക് ഞങ്ങളെ 2ആയിട്ട് തോന്നിയാലും ഞങ്ങളെ കെട്ടിച്ച അച്ഛൻ പറഞ്ഞായിരുന്നു ഇനിമേൽ നിങ്ങൾ 2 അല്ല 1 ആകുന്നു ഈ ഒറ്റ ടിക്കറ്റ്. ബസ്സിൽ ഇങ്ങനെ മുട്ടി ഉരുമി യാത്ര. അവിടുന്ന് ഗർഭിണിയായാലോ നീ മുമ്പിലിരുന്നോടി, ഞാൻ പുറകിലുണ്ട് കേട്ടോ. 2 മക്കളായാലോ നീ ആദ്യത്തെ വണ്ടിക്ക് പോകോടി, ഞാൻ അടുത്ത വണ്ടിക്ക് പോന്നേക്കാം. ആദ്യത്തെ വീര്യം പോയി, ലഹരി പോയി. കല്യാണം കഴിഞ്ഞ് 1-ാം വർഷം ഭാര്യ പറഞ്ഞുകൊണ്ട് കിടന്നു, ഭർത്താവ് കേട്ടുകൊണ്ട് കിടന്നു. 2-ാം വർഷം ഭർത്താവ് പറഞ്ഞുകൊണ്ട് കിടന്നു, ഭാര്യ കേട്ടുകൊണ്ട് കിടന്നു. 3-ാം വർഷം 2 പേരും ഒരുമിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, നാട്ടുകാർ കേട്ടുകൊണ്ടിരുന്നു. അപ്പം ആദ്യത്തെ വീര്യം പോയി, ലഹരി പോയി. ഇങ്ങനെ ലഹരി പോയി വീര്യം പോകുമ്പോൾ ഒരിക്കൽ കൂടെ പുതുവീഞ്ഞിന് ലഹരി വേണോ? കർത്താവായ യേശു വീടിൻ്റെ നടുക്ക് നിൽക്കണം. പരിശുദ്ധ അമ്മ വീടിൻ്റെ വശത്ത് നിൽക്കണം. കർത്താവ് നടുക്ക് നിൽക്കണം. സന്ധ്യാപ്രാർത്ഥന, ഞായറാഴ്ച കുർബാന, ഇടയ്ക്കുള്ള കുമ്പസാരം, വാർഷിക ധ്യാനം, വേദപുസ്തക വായന, സത്യവും നീതിയും മുറുകെ പിടിക്കും. അപ്പോൾ യേശു കുടുംബത്തിന് നടുക്ക് നിൽക്കും. ഒപ്പം ജപമാല, മെയ് മാസ വണക്കം, കൊന്ത നമസ്കാരം ഒക്കെ നമ്മളറിയാം, നൊവേനകൾ, ഇതിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പം പരിശുദ്ധ അമ്മ വശത്ത് നിൽക്കും, യേശു നടുക്ക് നിൽക്കും. ആ കുടുംബത്തിനെന്നും പുതുവീഞ്ഞിൻ്റെ ലഹരി, പുതുവീഞ്ഞിൻ്റെ വീര്യം ഉണ്ടാകും എന്നാണ് നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ജീവിതത്തിൽ വീര്യം നഷ്ടപ്പെട്ടു പോകരുത്. പലപ്പോഴും കുടുംബത്തിലൊക്കെ നന്നായിട്ട് ആരംഭിച്ച് പിന്നീട് തകരുന്നവരെ കാണാം. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് പാലായിലൂടെ ഉച്ച കഴിഞ്ഞ് 2:30 മോട്ടോർ സൈക്കിളിൽ പോവുക, നല്ല വെയിൽ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ ആ വെയിലത്ത് മോട്ടോർ സൈക്കിളിൻ്റെ പുറകിൽ ഭാര്യയെ വെച്ച് ഹോൺ അടിച്ച് ലൈറ്റ് ഇട്ട് സ്പീഡിൽ ഏറ്റുമാനൂർ റൂട്ടിലേക്ക് ഓടുന്നു. ഞാൻ ഇങ്ങനെ കാണിച്ചു. അവൻ വണ്ടി നിർത്തി ചോദിച്ചു, എന്നാ അച്ഛാ? ഞാൻ പറഞ്ഞു, പൊട്ടച്ചാരെ, പെട്രോളിന് ഇത്രയും വിലയുള്ളപ്പോൾ ആരെങ്കിലും പകൽവട്ടത്ത് ലൈറ്റ് ഇട്ട് പെട്രോൾ കത്തിച്ച് കളയോ? അവൻ പറഞ്ഞു, അച്ഛൻ മിണ്ടാതിരി അച്ഛാ, അപകടം പുറയിലിരിക്കുന്നു, അതുകൊണ്ടാണ് ലൈറ്റ് ഇട്ടുകൊണ്ട് 2:30 അവൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക. കഴിഞ്ഞ 50 നോയമ്പിൽ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ധ്യാനിപ്പിച്ചപ്പോൾ വൈകിട്ട് 5:30 ഞാൻ പള്ളിയിലോട്ട് പോകുമ്പം 60 വയസ്സ് പ്രായമുള്ളൊരു ചേട്ടത്തി വീർത്ത മുഖമായിട്ട് മുമ്പിൽ
65 വയസ്സ് പ്രായം വരുന്ന ഭർത്താവ് വീർപ്പിച്ച മുഖവുമായിട്ട് കുറേ പുറകിൽ ഇങ്ങനെ പോകുന്നു. ഞാൻ ചോദിച്ചു, ചേട്ടാ 50 നോമ്പിലെ വെള്ളിയാഴ്ചയല്ലേ, കുരിശിൻ്റെ വഴിക്ക് പോകുന്നില്ലേ? ചേട്ടൻ പറഞ്ഞു, എൻ്റെ അച്ഛ ആ വഴിക്ക് തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. കുരിശ് മുമ്പിലും പോന്നു, കുരിശിൻ്റെ വഴിക്ക് ചേട്ടനും പോന്നു. അപ്പോൾ ജീവിതത്തിൽ നന്നായിട്ട് ആരംഭിക്കുന്നു, പിന്നീട് വിളിക്കുന്ന വാക്കുകൾ, പദപ്രയോഗങ്ങൾ പലതും കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നതായിട്ട് കാണാം. കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നതായിട്ട് കാണാം. എന്തെല്ലാം വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുക. ചിലപ്പോൾ ആ കുടുംബത്തിൽ അടുത്തിടെ ഗൾഫിൽ 2 കഴുതകൾ തമ്മിൽ സംഭാഷണം. 2 ആൺ കഴുതകൾ. ഒരു കഴുത മറ്റേ കഴുതയോട് ചോദിച്ചു, കഴുത എന്നുള്ള വിളി കേട്ട് നിനക്ക് മനപ്രയാസമോ ആന്തരിക മുറിവോ ഉണ്ടോ? ആരെങ്കിലും കൊന്നാൽ മതി, ഒന്ന് ചത്ത് കിട്ടിയാൽ മതിയെന്ന് നിനക്ക് തോന്നാറുണ്ടോ? അപ്പോൾ ആ കഴുത പറഞ്ഞു, 1 മാസം മുമ്പ് വരെ ചത്താൽ മതി എന്നുണ്ടായിരുന്നു, പക്ഷേ 1 മാസമായിട്ട് ജീവിക്കണമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ എനിക്ക് വന്നിരിക്കുക. ഈ കഴുത ചോദിച്ചു, അതെന്താ? 1 മാസം മുമ്പ് എൻ്റെ വീട്ടിൽ 30 വയസ്സുള്ള യജമാനനും 22 വയസ്സുള്ള യജമാനത്തെയും തമ്മിൽ വഴക്കുണ്ടായി. അങ്ങനെ വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ അരിശം വന്ന യജമാനോട് പറയുന്നത് കേട്ടു, താൻ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ തുടങ്ങിയാൽ ഞാൻ തന്നെ ഇട്ടേച്ച് ഏതെങ്കിലും കഴുതയുടെ കൂടെ ഇറങ്ങിപ്പോകുമെന്ന് പറയുന്നത് കേട്ടു. എന്നെയല്ലേ ഏറ്റവും പരിചയം, എൻ്റെ കൂടെ വന്നാലോ ഒരു പ്രതീക്ഷ എനിക്ക് സാവധാനം മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ആരംഭിക്കുന്നു, പിന്നീട് പ്രശ്നം. അടുത്തയിടെ ഒരു ഭർത്താവും ഭാര്യയും കൂടെ എന്നെ കാണാൻ വന്നു. ഞാൻ നോക്കുമ്പം മോട്ടോർ സൈക്കിളിൽ ഇങ്ങനെ കയറി ആശ്രമത്തിലേക്ക് വരുമ്പോൾ ഇവൾ ഉടുമ്പ് അള്ളുന്നത് പോലെ അവൻ്റെ അരയ്ക്ക് ചുറ്റും വട്ടം കെട്ടിപ്പിടിച്ചിരിക്കുക. ഇരിപ്പ് കണ്ടാൽ തോന്നും ആ നാളുകളിൽ കല്യാണം കഴിഞ്ഞതുപോലെ. അടുത്ത് വന്നു, എൻ്റെ അടുക്ക് ഞാൻ ചോദിച്ചു, എന്നാ 2 പേരും കൂടെ? അച്ഛനെ ഒന്ന് കാണാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു, വിശേഷം വല്ലതും ഉണ്ടോ? അച്ഛന് വിശേഷം വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയല്ലേ ഞങ്ങൾ വന്നത്. ഞാൻ പറഞ്ഞു, ഏതായാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെന്നറിയാം, വണ്ടിയിലുള്ള നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഉടനെ സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛ പ്രശ്നമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇത് എനിക്കല്ലേ അറിയത്തുള്ളൂ. എൻ്റെ അച്ഛ മോട്ടോർ സൈക്കിളെ ഞാൻ അല്പം അകന്നിരുന്നാൽ കയറ്റം കയറി വരുമ്പോൾ ഇയാളെന്നെ കുലുക്കി താഴെ ഇട്ടേക്കാം, വീട് ഇയാളെയും കൊണ്ടേ വീഴുള്ളൂ, അത് ഞാൻ മുറുക്കി കെട്ടിപ്പിടിച്ചിരിക്കുക. അപ്പം നമ്മൾ കാണുന്നതല്ല ലോകം. ഒരു ഭർത്താവിനെ ഭാര്യയ്ക്കറിയാം, ഭാര്യയെ ഭർത്താവിനറിയാം. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുക്കൽ ഒരു ഭർത്താവും ഭാര്യയും കൂടെ വന്നു. അപ്പം 60 വയസ്സ് പ്രായം വരുന്ന ഭർത്താവ് കാറയിൽ നിന്നിറങ്ങി, ഒപ്പം പ്രായം വരുന്ന ഭാര്യയും ഇറങ്ങിയ പാടെ ഭർത്താവ് ഇവിടെ കയ്യേലിങ്ങനെ കോർത്ത് സായിപ്പും മാതാമയും കല്യാണം കഴിഞ്ഞ് പോകുന്ന പോലെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുക. കണ്ട ആരോ ചോദിച്ചു, ഇപ്പോഴും എന്നാ ഒരു സ്നേഹമാണ്, ഭയങ്കര അടുപ്പമൊക്കെ ആണല്ലോ, 60 വയസ്സായിട്ട്. അയാൾ പറഞ്ഞു, ഇത് അടുപ്പം കൊണ്ടോ സ്നേഹം കൊണ്ടൊന്നുമല്ല, എനിക്കല്ലേ ഇവളെ അറിയത്തുള്ളൂ, ഇവിടെ കയ്യേന്ന് വിട്ടാൽ ഇവൾ ഷോപ്പിങ്ങിന് പോകും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുവാം. അപ്പോൾ കുടുംബ ബന്ധങ്ങളുടെ തലങ്ങളിൽ ആദ്യം സന്തോഷത്തോടെ തുടങ്ങി, പിന്നീട് കൊച്ചു പ്രശ്നങ്ങൾ, കുടുംബത്തിൽ തകർച്ചകളും ബന്ധങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ യേശു നടുക്കും, പരിശുദ്ധി അമ്മ വശത്ത് നിൽക്കുന്ന ഒരു കുടുംബജീവിതം. എവിടെ ചെന്നാലും ഇന്ന് പ്രശ്നമുണ്ട്, ഓർത്തോണം. പലരും ഓർക്കും, അച്ഛന്മാരായാലും സുഖമാണ്, ഒന്നും അറിയണ്ട, ഒറ്റയ്ക്ക് തിന്നുക, ഒറ്റയ്ക്ക് കുടിക്കുക, ഒന്ന് ചിലസിക്കുക, ഒറ്റയ്ക്ക് പോയാൽ മതി, വേറെ പ്രശ്നമില്ലല്ലോ. പലരും പറയാൻ, എൻ്റെ അച്ഛനൊക്കെ എന്ത് ഭാഗ്യവാനാ, പെണ്ണ് കെട്ടിയിട്ടില്ലല്ലോ. അപ്പം അച്ഛന്മാർക്ക് തോന്നുന്നു കുടുംബജീവിതക്കാർക്ക് എന്തൊരു രസം, ഭാര്യയുണ്ട്, വണ്ടിയുണ്ട്, വള്ളമുണ്ട്, കോഴിയുണ്ട്, ഒട്ടുപാലുണ്ട്, ചിരട്ടപ്പാലുണ്ട്, എന്തൊരു രസം അവരുടെ ജീവിതം. എല്ലാം ദൂരെ നോക്കിയാൽ രസമാണ്, ചെല്ലുമ്പോൾ ഓർക്കുന്ന രസമല്ല. തമിഴ്നാട്ടിലൊരു സ്ഥലമുണ്ട് കമ്പം കാണണമെങ്കിൽ കേരളത്തിലെ കമ്പംമട്ടേ നിന്നോട്ട് നോക്കണം. നോക്കിയാൽ കമ്പം നല്ല രസം, രാത്രി 8 മണിക്ക് നോക്കിയാൽ നക്ഷത്രങ്ങൾ അടർന്നു വീണതുപോലെ വൈദ്യുത അലങ്കാരങ്ങൾ, മുന്തിരിത്തോട്ടത്തിൻ്റെ നിഴൽ എല്ലാം കാണാം. നമ്മളോർക്ക് എന്തൊരു രസമായി കമ്പം. രാത്രി കണ്ട കമ്പം രാവിലെ കണ്ടേക്കാവുന്ന കണ്ട് 9:00 ചെല്ലാമെങ്കിൽ എരുമച്ചാണകം, കഴുതച്ചാണകം, ചെളി, ഓട, ദുർഗന്ധം, മൂക്കും പൊത്തി ഓടും. ദൂരേന്ന് നോക്കുമ്പം കമ്പൻ രസമാണ്, ചെല്ലുമ്പം വലിയ ഇമ്പമൊന്നുമില്ല ഈ കമ്പം കാണാനായിട്ട്. ഇതുപോലെ എല്ലാ ജീവിതവും ദൂരെ നോക്കുമ്പം അക്കരപ്പച്ച, അടുക്കുമ്പോൾ എല്ലാ ജീവിതത്തിലും അതിൻ്റേതായ കുരിശുകളും പ്രശ്നങ്ങളുമുണ്ട്. അച്ഛന്മാർക്ക് അവരുടെ പ്രശ്നം, സിസ്റ്റേഴ്സിന് അവരുടെ പ്രശ്നം, കുടുംബജീവിതക്കാർക്ക് അവരുടെ പ്രശ്നം. എവിടാ പ്രശ്നമില്ലാത്തത്? അതുകൊണ്ട് ഒരു നല്ല ഭർത്താവ് എത്ര ഇഷ്ടമില്ലാത്ത ഭാര്യയെ കിട്ടിയാലും ഓർക്കുക, ആരോടും കുറ്റം പറയുകയില്ല. കാസയിലെ വീഞ്ഞിലെ ഒരു തുള്ളി വെള്ളത്തിൽ അവളെ അങ്ങ് ചാലിച്ചിടും. ഒരു നല്ല ഭാര്യ ഭർത്താവിന് എന്ത് കുറ്റമുണ്ടെങ്കിലും ആരോടും പറയുകയില്ല, അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് അൾത്താരയിൽ സമർപ്പിക്കും. ഇതാണ് വിശുദ്ധിയുള്ള ഒരു കുടുംബാന്തരീക്ഷം എന്ന് പറയുക. ഒരു പിതാവ് സ്വന്തം രൂപതയിലെ 15,000 കുടുംബങ്ങളിലേക്ക് ഒരു സർക്കുലർ അയച്ചു. കല്യാണം കഴിഞ്ഞ് 25 വർഷമായിട്ട് പിണങ്ങാതെ ജീവിച്ച ദമ്പതിമാരുണ്ടോ? എവിടെ ചെന്നിട്ടും 2 ചീത്തയിലും വിളിക്കാത്ത ദമ്പതിമാരില്ല.
അവസാനം തപ്പി ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ചെന്നപ്പോൾ കല്യാണം കഴിഞ്ഞ് 25 വർഷമായിട്ടും പിണങ്ങാതെ വഴക്കടിക്കാതെ ജീവിച്ച ഒരു ഭർത്താവും ഭാര്യയും. പിതാവ് അവർക്ക് 5000 രൂപയും പ്രശംസാപത്രവും സമ്മാനം കൊടുക്കാൻ കൽപ്പനയിട്ടു. രൂപതയുടെ ഒരു വലിയ അസംബ്ലിയിൽ 10,000 പേർ ഒരുമിച്ച് കൂടിയപ്പോൾ മാതൃകാഭർത്താവിനെയും ഭാര്യയെയും സ്റ്റേജിൽ കൊണ്ടുവന്നിരുത്തി. എൻ്റെ പിതാവ് പറഞ്ഞു, 25 വർഷമായിട്ട് പിണങ്ങാതെ വഴക്കടിക്കാതെ കലഹിക്കാതെ ജീവിച്ച മാതൃകാ ദമ്പതിമാരാണ്. ഇവർക്ക് 5000 രൂപയും പ്രശംസാപത്രവും കൊടുക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട്. കഴിഞ്ഞ 25 വർഷങ്ങളിൽ പിണങ്ങാതെ വഴക്കടിക്കാതെ കലഹിക്കാതെ ജീവിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞെന്ന് എല്ലാവരും അറിയാൻ വേണ്ടി ചുരുങ്ങിയ വാക്കിൽ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാവോ? എല്ലാവരും നോക്കിയിരുന്നപ്പോൾ കുടുംബനാഥൻ എഴുന്നേറ്റ് നിന്നു. ഏറ്റവും നല്ല മൈക്രോഫോൺ വെച്ച് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു തുടങ്ങി, പ്രിയപ്പെട്ടവരെ, ആദ്യ രാത്രിയിൽ ഇവളും ഞാനും കൂടെ തട്ടി മുട്ടി ഒട്ടി ഒരുമി കട്ടിലിൽ ഇരുന്നപ്പോൾ ഞങ്ങളെടുത്ത പ്രതിജ്ഞയാണ് 27 വർഷക്കാലത്തോളം പിണങ്ങാതെ വഴക്കടിക്കാതെ കലഹിക്കാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തി തന്നത്. ഞാൻ ഇവളോട് പറഞ്ഞു, എടി, എൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുകയും പുളിച്ചതറി വിളിക്കാൻ തോന്നുകയും അടിവേരെ നോക്കി ഒരു ചവിട്ട് തരാൻ തോന്നുകയും ചെയ്താൽ ഞാൻ വാതിൽ തുറന്ന് വരാന്തയിൽ ഇറങ്ങി നിൽക്കും. നീ ഭദ്രമായിട്ട് കൊടുത്തിട്ട് സാക്ഷായിട്ട് മുറുക്കി പൂട്ടിയേക്കണം. എപ്പോൾ കൺട്രോൾ വീണ്ടും കിട്ടി മര്യാദയ്ക്ക് വർത്തമാനം പറയാൻ തോന്നുമോ, ഡോറയെ മുട്ടും വാതിലെ മുട്ടും തട്ടും, അപ്പം നീ തുറന്നേക്കണം. കഴിഞ്ഞ 27 വർഷങ്ങളിൽ പിണക്കം വന്നപ്പോൾ, തെറി വിളിക്കാൻ തോന്നിയപ്പോൾ, ചവിട്ടാനും ഇടിക്കാനും തോന്നിയപ്പോൾ ഞാൻ വരാന്തയിൽ ഇറങ്ങി നിന്നു. ഇവൾ ഭദ്രമായിട്ട് മുറി പൂട്ടിയിട്ടു. എപ്പോൾ കൺട്രോൾ വീണ്ടും കിട്ടിയോ ഞാൻ വാതിലെ മുട്ടി. ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ 5000 രൂപയും പ്രശംസാപത്രവും മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 27 വർഷമായിട്ട് ഞാൻ വീടിൻ്റെ വരാന്തയിൽ തന്നെ നിൽക്കുകയായിരുന്നു. അതിനുള്ള അവാർഡാണ് ഈ 5000 രൂപയും പ്രശംസാപത്രവും. അപ്പോൾ എവിടെ ചെന്നാലും കൊണ്ട് കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ, അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുന്നിടത്താ ജീവിതത്തിൻ്റെ വിജയം. എല്ലാം തികഞ്ഞ ഒരു ഭാര്യയെ കിട്ടുമെന്ന് ആരും ഓർത്തേക്കരുത്. എല്ലാം തികഞ്ഞ ഒരു ഭർത്താവിനെ കിട്ടുമെന്ന് ആരും ഓർത്തേക്കരുത്. എല്ലാവർക്കും കുറവുണ്ട്, അവരവരുടേതായ കുറവുകളുണ്ട്. ഒരു മനുഷ്യൻ സ്വന്തം മോനു വേണ്ടി പെണ്ണിനെ അന്വേഷിച്ച് 4 ദല്ലാളന്മാരെ വിട്ടു 4 ദിക്കുകളിലേക്ക്. 4 യോഗ്യതകൾ പറഞ്ഞു. 1, തൊലി വെളുത്തതായിരിക്കണം. 2, പ്രാർത്ഥനാശീലം വേണം. 3, ദാനധർമ്മം വേണം. 4, ഒരുപാട് മുടി വേണം, പക്ഷെ മുടി ആരെയും കാണിക്കുന്നവളാകരുത്. 4 ഗുണങ്ങൾ. എല്ലായിടത്തും പോയി തപ്പിയിട്ടും എല്ലാം കൂടെ ഒത്തതില്ല. തൊലി രീതിയിലെ താനേതോ കഷണ്ടിയുള്ള പെണ്ണുങ്ങളുടെ കൂടെ പോയെന്ന് എനിക്ക് നല്ല ഉറപ്പ്. സംശയത്തിന് വിത്ത് വീണ പ്രശ്നമാണ്. 40 വയസ്സുള്ള ഭർത്താവും 38കാരി ഭാര്യയും കൂടി കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്നു. പെട്ടെന്ന് അപരിചിതയായ 40 വയസ്സുകാരി തോളിൽ വാനിറ്റി ബാഗുമായിട്ട് വന്നിട്ട് ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കൂടെ നുഴഞ്ഞു കയറിയൊരു പോക്ക്. പോകുന്ന പോക്കിലൊരു ചോദ്യം, സാറേ ഇപ്പം മുട്ടാറുണ്ടോ? ചോദ്യം കേട്ടാത്തൊന്നും ഇവൻ ഇവക്കിട്ട് കയറി ഇനിയിപ്പം മുട്ടിയിട്ടുണ്ട്. ഭാര്യയുടെ മുഖം ചുമന്നു കൊടുത്തു. അമ്പടാ കള്ള, എനിക്കിടല്ല വേറെ പല പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന തട്ടും മുട്ടും. അതുകൊണ്ടല്ലേ ഒരുത്തി ധൈര്യത്തോടെ ചോദിക്കുന്നു, സാറേ ഇപ്പം മുട്ടാറുണ്ടോ? ഭാഗ്യത്തിന് ചോദ്യം ചോദിച്ചവൾ സംശയ നിവാരണം വരുത്തി. അവൾ കുടുംബകലഹം മാറിക്കെട്ടി. അവൾ ചോദിച്ചത്, സാറേ ഇപ്പം കോട്ടയത്ത് നിന്നും ചങ്ങനാശ്ശേരി വഴി മുട്ടാറിന് പോകുന്ന വണ്ടിയുണ്ടോ എന്ന് ചോദിച്ചതാണ്. ഒരു കൊച്ചു ചോദ്യം മതി, സംശയത്തിന് വിത്തുണ്ടോ? തീർന്നു. സംതൃപ്തി ഉണ്ടെങ്കിൽ ഈ സംശയമില്ല, പിന്നെ സംതൃപ്തിയാണ്. ചില അച്ചായന്മാരെയും അമ്മച്ചിമാരെയും കണ്ടിട്ടുണ്ട്. വയസ്സ് 80, 78, വെറ്റക്കര ബപ്പിക്കരി ഒട്ടിയ മോണ ചൊട്ടിയ കവള് പീളയടിഞ്ഞ കൺപോളാ. പക്ഷെ ചിരിക്കുന്ന കണ്ടാൽ ചീമച്ചേവൻ്റെ വിത്ത് പുഴുങ്ങും വിണ്ടു കീറുന്ന പോലെ ചൊടി ഇങ്ങനെ വിടന്നു വരുന്നത് കാണാം. 75-ാം വയസ്സിലും ആടിനെ മാറ്റിക്കെട്ടി കോഴിയെ കൂട്ടിക്കയറ്റി ഇടക്കയ്യാലെ ചാടിക്കയറി പോത്തിറച്ചി ഒലത്തി തിന്ന്, ചോറ് വെച്ച് തിന്ന്, ചക്ക വേവിച്ച് തിന്ന്, കപ്പ പുഴുങ്ങി തിന്ന്, ബാബ യേശുനാഥ ഓശാന ഈശന് സതം മൂളിപ്പാട്ട് നീട്ടിപ്പാടി നടക്കുന്ന കാരണവന്മാർ. സംതൃപ്തി. ഉള്ളിൽ പ്രശ്നമില്ലേ, ഒരു സംതൃപ്തി. അപ്പം നമുക്ക് എന്തെങ്കിലും കൊച്ചു പ്രശ്നമുണ്ടോ, ഓരോ ദിവസവും പറഞ്ഞു തീർക്കുക. തീർത്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് സംതൃപ്തി. 4. അപ്പോൾ 1 സ്വാതന്ത്ര്യം, 2 സുരക്ഷിതത്വം, 3 സാമീപ്യം, 4 സംതൃപ്തി. 5 കുടുംബത്തെ സ്വർഗമാക്കുന്ന 5ാമത്തെ തൂണാണ് കുടുംബജീവിതത്തിൽ സമർപ്പണം. 3 സമർപ്പണങ്ങൾ ദമ്പതിമാർ നടത്തിയിരിക്കണം. 1 ശാരീരിക സമർപ്പണം. ആരോഗ്യം അനുവദിക്കുന്ന കാലത്തോളം ഒരു ഭർത്താവിന് ഇഷ്ടപ്രകാരം സ്വന്തം ശരീരത്തെ വിട്ടുകൊടുക്കാൻ ഒരു സ്ത്രീ മനസ്സ് കാണിക്കണം. ഒരു പുരുഷനോ ഭാര്യയുടെ ശാരീരിക മാനസിക സ്ഥിതി മനസ്സിലാക്കിയേ ദേഹം പങ്കുവെക്കാൻ നിർബന്ധിക്കാവൂ. ഭാര്യയ്ക്ക് അറപ്പും വെറുപ്പും തോന്നുന്ന ശാരീരിക ബന്ധങ്ങൾക്ക് ഒരിക്കലും നിർബന്ധിക്കരുത്. പരസ്പര ബഹുമാനം. അപ്പം ശാരീരിക സമർപ്പണം. 2 സാമ്പത്തിക സമർപ്പണം. ഭാര്യ അറിയാത്ത 10 രൂപയുടെ കടബാധ്യത പോലും ഒരു ഭർത്താവ് ഉണ്ടാക്കരുത്. ലാഭമാണേലും നഷ്ടമാണേലും മിച്ചമാണേലും കുറവാണേലും
ഭാര്യ അറിഞ്ഞിരിക്കണം. ചില ആണുങ്ങൾ പറയും, ഓ നിനക്കും പിള്ളേർക്ക് ഉടുക്കാനും കെട്ടാനും കുറവൊന്നുമില്ലല്ലോ, ബാക്കി ഞാൻ സഹിച്ചോളാം. അങ്ങനെ ഒറ്റയ്ക്ക് സഹിക്കാനാണ് പെണ്ണ് കെട്ടാൻ പോകരുത്. കല്യാണം കഴിച്ചോ ഒപ്പത്തിനൊപ്പം അറിഞ്ഞിരിക്കണം, അത് ഭാര്യയുടെ അവകാശമാണ്. ഇനി വീട് നോക്കുന്ന ഭർത്താവാണോ അവനെ ഒളിക്കുന്ന 10 രൂപയുടെ ഇടപാട് പോലും ഒരു സ്ത്രീ നടത്തരുത്. വീട് നോക്കാത്തവനും കുടിക്കുന്നവനും കുടിച്ച് പൂസായി കിടക്കുന്നവനുമാണോ, പൂസായി കിടക്കുമ്പം എന്തെല്ലാം എടുത്തു മാറ്റാവോ എടുത്തു മാറ്റിക്കോണം, അടിച്ചു മാറ്റാവോ അടിച്ചു മാറ്റിക്കോണം. അതും കുടുംബത്തിന് അത്യാവശ്യമാണ്. സാമ്പത്തിക സമർപ്പണം. 3 ആത്മീയ സമർപ്പണം. എന്താണ് ആത്മീയ സമർപ്പണം? ആത്മീയ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചകളിൽ പറ്റുന്നിടത്തോളം ഒരുമിച്ച് കുർബാനയ്ക്ക് പോകണം, ഒരുമിച്ച് സന്ധ്യാപ്രാർത്ഥന എത്തിക്കണം, മക്കളെയും കൂട്ടി ഒരുമിച്ച് ബൈബിൾ ഒരുമിച്ച് വായിക്കണം. അരമണിക്കൂറൊക്കെ പൂർത്തിയാക്കുന്ന, അരമണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു പ്രാർത്ഥന. ഒരുപാട് നീട്ടി പ്രാർത്ഥിക്കരുത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ പുതിയ തലമുറയ്ക്ക് അരോചകം അവർ പങ്കെടുക്കുകയില്ല. ഉള്ളത് തെളിച്ച് വൃത്തിയായിട്ട് പ്രാർത്ഥിക്കണം. ചില കുടുംബത്തിലൊക്കെ എന്തൊരു സ്പീഡിലാണ് പ്രാർത്ഥനയും മറ്റും പോവുക. പലപ്പോൾ ചില കുടുംബത്തിൽ അപ്പന്മാരാണ് ലുത്തിനിയ ചെല്ലുക. 100 കൂട്ടം പണിയും കഴിഞ്ഞാൽ റബ്ബറിന് തുരിശടിച്ചു, ഏത്തവാഴയ്ക്ക് വിഷമടിച്ചു, കീടനാശിനി പലയിടത്ത് വിട്ടു, കളനാശിനി കളയെ തൂകി. ഇതെല്ലാം കഴിഞ്ഞപ്പം തലയ്ക്ക് പിടിച്ചതുപോലെ അപ്പൻ പൂസായ പോലെ വന്നിരുന്ന ലുത്തിനിയ ചെല്ലുക. ഏതാണ്ടൊക്കെ ഓർത്തുകൊണ്ട് കുടുംബാംഗങ്ങളിൽ ലുത്തിനിയായി കൂടുന്നു. അപ്പൻ ചെല്ലുന്നത് എങ്ങനെയാണ്? ബാബാമാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, പിതാക്കന്മാരുടെ രാജ്ഞി, കീടനാശിനികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ചില കുടുംബത്തിൽ പ്രാർത്ഥന ആദ്യം തെളിച്ചില്ലും, നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. 2 എണ്ണം കഴിയുമ്പോൾ സ്പീഡ് കൂടും, നനഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. 3 എണ്ണം കഴിയുമ്പോഴോ മനമറിഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. എന്നാ സ്പീഡാ! ചില വീട്ടിലെ ലുത്തിനിയായുടെ മറുപടി കേട്ടാൽ തോന്നും സായിപ്പും മാതാമയും കൂടിയാണ് പ്രാർത്ഥിക്കുക. ലുത്തിനിയായ മറുപടി തിരിയുന്നത് കണ്ടീഷൻ കണ്ടീഷൻ കണ്ടീഷൻ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ചില കുടുംബത്തിലെ പ്രാർത്ഥന കേട്ടാൽ തോന്നും ഇത് ഹിന്ദുക്കളുടെ വീട്ടിലെ നാമജപമാണ്. ലുത്തിനിയായുടെ മറുപടിയാ തിരിയുന്നത് എങ്ങനെയാ? കൃഷ്ണേ 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 കൃഷ്ണേ. പല കുടുംബത്തിലും പ്രായമുള്ള അമ്മച്ചിമാരാ ലുത്തിനിയ നയിക്കുക. 100 കൂട്ടം പണി കഴിഞ്ഞു, കറി ഒലത്തി, തുണി അലക്കി, വെള്ളം കോരി, ചോറ് വാർത്തപ്പോൾ അമ്മയുടെ നടുവിന് വല്ലാത്തൊരു വേദന. എന്നാലും 75 വയസ്സുള്ള വല്യമ്മ അല്ലെ അമ്മ ലുത്തിനിയയുടെ വകുപ്പ് ആർക്കും വിട്ടുകൊടുക്കുകയില്ല. അത് അമ്മയുടെ സ്വകാര്യ വകുപ്പാണ്. പ്രായം ചെന്ന് അമ്മച്ചിമാർ മുട്ടുകുത്തി ലുത്തിനിയ ചെല്ലുന്ന കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ട്യൂണുണ്ട്. ആത്മജ്ഞാനപൂരിത പാത്രമേ, ബഹുമാനത്തിൻ്റെ പാത്രമേ, അത്ഭുതമായ വ്യക്തിയുടെ പാത്രമേ, ദാവീൻ്റെ കോട്ടെ സ്നാലയമേ. ഇങ്ങനെ ചെല്ലുമ്പോഴാണ് അമ്മയുടെ നടുവിനൊരു വേദന. ഞങ്ങളുടെ ഞെളിവിൻ്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. തിരുഹൃദയത്തിൻ്റെ കൊന്തയമ്പലും ചെല്ലുന്ന കേട്ടാൽ ഈശോംശിക പോലും ബോധം കെട്ടുപോകും. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ സ്നേഹമായിരിക്കണേ എന്ന്. ചില വീട്ടിലെ പ്രാർത്ഥന കേൾക്കണം. അവസാനത്തെ പ്രാർത്ഥനയാണ് ഹൈ സ്പീഡിലാണ്. ഈശോടെ വണവണമേ, ഈശോടെ വണവണമേ, ഈശോടെ വണവണമേ. ഉടനെ പിള്ളേരിലായിരുന്നു ഞങ്ങളെ സിനിമാണിക്കണേ, ഞങ്ങളെ സിനിമാണിക്കണേ, ഞങ്ങളെ സിനിമാണിക്കണേ. പലയിടത്തും ഒന്ന് പ്രാർത്ഥന പോകുന്ന രീതി ഇതാണ്. അപ്പോൾ തെളിച്ച് പ്രാർത്ഥിക്കുക, അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കുക, നിർത്തി പ്രാർത്ഥിക്കുക, അർത്ഥപൂർണമായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. അപ്പോൾ ആത്മീയ സമർപ്പണം. 6 സമാധാനം. കുടുംബത്തെ സ്വർഗമാക്കുന്ന അതിമനോഹരമായ ഒരു തൂണാണ് സമാധാനം. പ്രത്യേകിച്ച് ഓർക്കുക, ഭാര്യയുടെ മനസ്സമാധാനം സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നടപ്പ് കൊണ്ടോ ഭർത്താവ് തകർക്കരുത്. ഭർത്താവിൻ്റെ സമാധാനം ഭാര്യ നശിപ്പിക്കരുത്. ഭാര്യ വീട്ടുകാരുടെയും സ്വന്തം വീട്ടുകാരുടെയും സമാധാനം ഒരു ഭർത്താവ് തകർക്കരുത്. ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും സ്വന്തം മാതാപിതാക്കളുടെയും സമാധാനം ഒരു ഭാര്യയും തകർക്കരുത്. ഭർത്താവിന് എന്തെങ്കിലും കുറ്റമുണ്ട്, അത് ഓടിച്ചെന്ന് അപ്പനോടും അമ്മയോടും സഹോദരന്മാരോടും ഒരു ഭാര്യ പറയരുത്. ഭാര്യയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്, അത് ഓടിച്ചെന്ന് ഭർത്താവും ആരോടും പറയരുത്. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ വിട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർ 2 പേരും കൂടെ പറയാൻ പാടുള്ളൂ. വേറെ ആരോടും പറഞ്ഞ് സമാധാനക്കേട് വരുത്തരുത്. ചില ആണുങ്ങളും മറ്റുമുണ്ട്, കല്യാണം കഴിഞ്ഞാൽ ആ നാളുകളിൽ തന്നെ പിന്നെ അവൻ അപ്പനും വേണ്ട അമ്മയും വേണ്ട, അവൾ മാത്രം മതി. ചോദിച്ചാൽ പറയും മാതാപിതാക്കളെ വിട്ട് അവിടെ കൂടെ ചേരാൻ പറഞ്ഞു. വിടുക എന്ന് വെച്ചാൽ മറക്കുക എന്നല്ല, ഉപേക്ഷിക്കാതെയുള്ള ഉപേക്ഷ, അതാണ് വിട്ടുപോവുക എന്ന് പറഞ്ഞാൽ. ഉപേക്ഷിക്കാതെയുള്ള ഉപേക്ഷ, അതാണ് വിട്ടുപോവുക എന്ന വാക്കിൻ്റെ അർത്ഥം. പരിപൂർണ്ണോടെ മറക്കുക എന്നുള്ളതല്ലല്ലോ അതിൻ്റെ അർത്ഥം. ചില ആണുങ്ങൾ കല്യാണം കഴിഞ്ഞ് ഭാര്യയും കൊണ്ട് പോകുന്ന കണ്ടാൽ തോന്നും ഏതോ പെരുന്നാളിന് കൊടിമരം അലങ്കരിക്കാൻ കൊണ്ടുപോകണമല്ല. ലോകത്തൊരു പെണ്ണുങ്ങൾക്കും ഇല്ലാത്ത ഏതാണ്ട് എക്സ്ട്രാ അവയവങ്ങൾ അവർക്ക് മാത്രമേ ഉള്ളൂ. ഈ കൊണ്ടുപോകുക കണ്ടാൽ തോന്നും. പറയും ബൈബിളിൽ പറഞ്ഞു മാതാപിതാക്കളെ വിടാൻ പറഞ്ഞിട്ടുണ്ട്.
എന്താ അർത്ഥം? ബൈബിളിൻ്റെ ശൈലിയാണ് ഹീബ്രു എക്സ്ട്രീംസ്. എക്സ്ട്രീം വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് എബ്രായ ശൈലിയാണ്. അങ്ങനെ ഒരു ശൈലിയാണ്. നിന്റെ 2 കണ്ണിൽ ഒരു കണ്ണ് നിനക്ക് ഉതപ്പ് തരുന്നെങ്കിൽ ഒരു കണ്ണ് തുറന്നിട്ട് ഒറ്റക്കണ്ണോടെ സ്വർഗത്തിൽ പോകുന്നതാണ് ഇരട്ടക്കണ്ണോടെ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഭേദം. പിന്നെയും പറയുന്നു, കയ്യോ കാലോ ഉതപ്പ് തരുന്നെങ്കിൽ അത് വെട്ടിക്കളഞ്ഞിട്ട് ഒരു കാലോടും ഒരു കൈയോടും കൂടെ സ്വർഗത്തിൽ പോകുന്നതാണ് 2 കൈകളും 2 കാലുകളുമായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഭേദം. ഇങ്ങനെയാണ് പറയുക. ഇതുപോലെ ഒന്നാണ് മാതാപിതാക്കളെ വിട്ട് എന്നുള്ള അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ? പെണ്ണ് കൂലിക്കാരി, പണിക്കാരി, അലക്കുന്നവൾ, പൊടിക്കുന്നവൾ, ഈ കാഴ്ചപ്പാടുള്ളിടത്ത് അവൾ അടിമയല്ല, പുരുഷനൊപ്പമാണ്. അത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഹീബ്രു എക്സ്ട്രീംസ് എക്സ്പ്രഷനാണ് മാതാപിതാക്കളെ വിട്ടു എന്നുള്ളത് നമ്മൾ കാണുക. ചിലപ്പോൾ കുടുംബത്തിൽ എന്തൊരു സമാധാനക്കേടാണല്ലേ. അമ്മായിയമ്മ മരുമകൾ ബഹളങ്ങൾ, ഏതെല്ലാം ബഹളങ്ങളാണ്. പണ്ടത്തെ കാലത്ത് വേറെ രീതി, ഇന്ന് പുതിയ രീതി. മൂത്തവൻ കെട്ടിയത് തൊലി കറുത്ത പെണ്ണ്, സ്ത്രീധനം കുറഞ്ഞ പെണ്ണ്. ഇളയവൻ കെട്ടിയത് തൊലി വെളുത്ത പെണ്ണ്, സ്ത്രീധനം കൂടിയ പെണ്ണ്. മൂത്തവൻ്റെ ഭാര്യയെ തള്ളയ്ക്ക് കാണാൻ മേല. കേട്ടോണ്ട് കുത്തുവാക്ക് ഒളിച്ചിരുന്ന് പറയും, എന്നാ ഒരു കറപ്പ, ഇത്രയും കറുത്ത ഒരെണ്ണം ഇന്ന് വരെ ഇവിടെ വന്നിട്ടില്ല കേട്ടോ. കഞ്ഞിക്കരത്തിൻ്റെ മൂട് പോലല്ലേ മോന്ത കണ്ടാലിരിക്കുന്നത്. ഏതാണ്ട് പവർ കട്ടിനുണ്ടായതാണെന്നാണ് തോന്നുന്നത്. എന്നാ ഒരു കറപ്പായത്. എൻ്റെ മോനാണ് നല്ല വെളുത്ത മോൻ. അവൻ അവളെയും കൊണ്ട് പോകുന്ന കണ്ടാൽ തോന്നും ഏതോ കാക്ക തേങ്ങാപ്പൂൾ കൊത്തിക്കൊണ്ട് പോണതുപോലെ. എന്നാ ഒരു ഇടപാടായത്. കുത്തുവാക്ക് പറയുക മരുമകളെക്കുറിച്ച്. ഇളയവൻ്റെ ഭാര്യയും കൊണ്ട് പോകുന്ന കണ്ടാൽ തോന്നും ഏതോ അപ്സരസിനെ എലിക്കുളം പള്ളിയിൽ ഞായറാഴ്ച കുർബാന കാണിക്കാൻ കൊണ്ടുപോകണ പോലെ. ഭയങ്കര തിരിച്ച് വ്യത്യാസം. മരുമകളുമാരുണ്ട് കൂടിയ ടൈപ്പ്. അമ്മായിമ്മയുടെ കുത്തു കൊടുക്കുക. ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു, വിറകടുപ്പായിരുന്നു, പച്ച വിറക്. അടുപ്പി വെച്ച് തീ ഊതിയപ്പം പുക ചാടി, കണ്ണുനീരൊപ്പം ചാടി. ഇവള് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാം, മുടിഞ്ഞ വീട്, നശിച്ച വീട്. എൻ്റെ വീട്ടിലാണെങ്കിൽ വെടിമരുന്ന് പോലെ വിറക്, പപ്പടം കാച്ചതുപോലെ വിറകിൻ്റെ പൂള് കിടക്കുന്നു. തന്നെയല്ല, എൻ്റെ വീട്ടിൽ ടിൻ ഗ്യാസ്, കുറ്റി ഗ്യാസ്, ഗോബർ ഗ്യാസ് എല്ലാം ഉണ്ട്. അവൾ പറയുന്നത് കേട്ടാൽ തോന്നും 4 നൂറ്റാണ്ട് മുമ്പ് അവളെ ഗ്യാസ് കുറ്റി പറ്റതാണെന്ന് തോന്നും. ഈ ടൈപ്പ് വർത്തമാനം പറയുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. വേറെ ചില പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ് 6-ാം മാസം ഭർത്താവിൻ്റെ ചെവി ചെന്ന് തവള കാറും. എലിക്കുളം പ്രദേശത്തുള്ളവർ തവള കാർന്ന് കേട്ടിട്ടുണ്ട്. പുതുമഴ പെയ്യുമ്പം എങ്ങനെയാണ് തവള കാറുക? മേക്രോ മേക്രോ ക്രോ മേക്രോ മേക്രോ ക്രോ മേക്രോ മേക്രോ ക്രോ, ഇങ്ങനെയാണ് തവള കാറുക. ചില പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് രാത്രി 10:30 ഭർത്താവിനെ വട്ടം കെട്ടിപ്പിടിച്ച് ചെവി ചെന്ന് തവള കാറും. എന്താണ് കാറുക? ചേട്ടാ വേറെ പാം, മേക്രോ മേക്രോ ക്രോ, ഇപ്പം പാം ഉടനെ പാം, മാറിപ്പാം വേറെ പാം, മേക്രോ മേക്രോ ക്രോ. എന്നാ കാര്യം ചെയ്യാം? ഭർത്താക്കന്മാരെന്ന് പറയുന്നത് ലബോറട്ടറിയിലെ തവളയുടെ കൂട്ടാണ്. ഒരു കാലയിൽ അമ്മ, ഒരു കാലയിൽ ഭാര്യ മരിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാ കാല് കീറുന്നതെന്നറിയത്തില്ല. വേദപുസ്തകത്തിൽ ഒരു നല്ല അമ്മായിയമ്മ മരുമകൾ ബന്ധത്തിൻ്റെ ചിത്രമാണ് റൂത്തിൻ്റെ പുസ്തകം. റൂത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ 2-ാം അധ്യായം ആ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, അമ്മായിയമ്മയായ നവോമി ഇവളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പം പറയുകയാണ്, മോളെ നീ നിൻ്റെ പിതാക്കന്മാരുടെ രാജ്യത്തിലേക്ക് പോകൂ, അമ്മ ഇനി ഒറ്റയ്ക്ക് ജീവിച്ചോളാം. അപ്പോൾ ഇവൾ റൂത്ത് പറയുന്ന വാക്കാണ്, എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എൻ്റെ അമ്മയാണ്, എൻ്റെ ഭർത്താവിൻ്റെ ദൈവം എൻ്റെ ദൈവമാണ്. ഇനി ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാലും എൻ്റെ അമ്മയെ ഇട്ടിട്ട് ഞാൻ പോകുന്ന പ്രശ്നമേ ഇല്ല. അമ്മായിയമ്മ മരുമകൾ ബന്ധത്തിൻ്റെ മനോഹരമായ മാതൃക റൂത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു അമ്മായിയമ്മയും മരുമകളും കൂടെ ഭയങ്കര വഴക്ക് മൂത്തപ്പോൾ മോൻ തീരുമാനിച്ചു 2 വർഷക്കാലം പലയിടത്ത് കുർബാന ചെല്ലിച്ചു, കൗൺസിലിംഗ് നടത്തി, ഒരു രക്ഷയില്ല. അവസാനം മോൻ തീരുമാനിച്ചു ഈ അമ്മായിയമ്മയും ഭാര്യയും കൂടെ വിശുദ്ധ നാടിന് കൊണ്ടുപോയേക്കാം, ഇസ്രായേൽ. അവൻ കാശ് മുടക്കി ഇവർ 3 കൂടെ ഇസ്രായേലിൽ പോയി. കാൽവരി കയറുമ്പോഴേലും മാനസാന്തരം ഉണ്ടാകട്ടെന്ന് ഓർത്താണ് ഇങ്ങനെ കൊണ്ടുപോവുക. 5 നാൾ കഴിഞ്ഞു ബേത്ലഹേമിൽ നിന്ന് പോകുന്ന വഴിക്ക് അമ്മ അറ്റാക്കായിട്ട് അവിടെ വീണ് മരിച്ചുപോയി. അപ്പോൾ ഇവൻ ഓർത്ത് ഏതായാലും ഇനി അമ്മയെ നാട്ടിൽ കൊണ്ട് അടക്കിയാൽ ഇവൾ പ്രാർത്ഥിക്കാനൊന്നും പോകുന്നില്ല. അപ്പം ഇസ്രയേലിലെ നിയമപ്രകാരം തീർത്ഥാടകരിൽ ഒരാൾ മരിച്ചാൽ $500 കൊടുത്താൽ ശവം അവിടെ അടക്കാം. ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ 5 ലക്ഷം രൂപയോടും ചിലവാകും. ഇവൻ പറയടി എന്നെ ആയാലും നീയും അമ്മയും കൂടെ വലിയ താല്പര്യമൊന്നുമില്ല, പിണക്കമാണ്. അമ്മയെ അടക്കിയാലും ഇനി കല്ലറയ്ക്ക് പോയി നീ പ്രാർത്ഥിക്കാനൊന്നും പോകുന്നില്ല, നമ്മളങ്ങ് ബന്ധം അകലുമല്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, അമ്മയെ നമുക്ക് ഇവിടെ തന്നെ അങ്ങ് അടക്കിയേക്കാം, $500 ചിലവുള്ളൂ. അവൾ പറഞ്ഞു വേണ്ട ചേട്ടാ, എൻ്റെ സ്വർണം മുഴുവൻ വിറ്റാലും അമ്മയെ കേരളത്തിൽ അടയ്ക്കാൽ മതി, ഇവിടെ എന്നായാലും വേണ്ട, ഞാൻ ചത്താലും സമ്മതിക്കില്ല. അവൻ ചോദിച്ചാൽ എന്നാടി
ഇത്രയും നാൾ ഭയങ്കര പിണക്കം, ഈ വിശുദ്ധനാടി വന്ന് ഇത്രയും പൊരിഞ്ഞ സ്നേഹം ഇവിടെ തന്നെ അടയ്ക്കാൻ മതി. പറ്റിയാലെന്നല്ലേ പറഞ്ഞത്. പൂവണയ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താലും ശരി, പിന്നെ നമുക്ക് തെണ്ടിയാലും വിടാം, ഇവിടെ അമ്മയെ അടക്കാൻ സമ്മതിക്കുകയില്ല, അമ്മയെ കേരളത്തിൽ കൊണ്ട് അടക്കണം. അവൻ ചോദിച്ചേടി 5 ദിവസം കൊണ്ട് ഇസ്രയേലിൽ വന്നപ്പം ഇത്രയും വലിയ മാറ്റം ഇതറിഞ്ഞിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ് ആദ്യ നാളിൽ തന്നെ ഞാൻ കൊണ്ടുവന്നേനെയല്ലോ. ഉടനെ അവൾ പറഞ്ഞു, എൻ്റെ പൊന്നു മനുഷ്യ, മാറിയിട്ടൊന്നുമല്ല, ഇതേതാ നാട്? പാലസ്തീന. 2000 വർഷം മുമ്പ് ഒരുതനെ മാന്തി ഇട്ടിട്ട് 3-ാം പൊക്കം പൊങ്ങി വന്ന സ്ഥലമായത്. അതുകൊണ്ട് സ്ഥിരം കിടക്കുമെന്ന് ഉറപ്പുള്ള കേരളത്തിലാണെങ്കിൽ പൂവണ ബാങ്കിൽ ലോൺ എടുത്താലും അവിടെ കൊണ്ട് അടയ്ക്കിയാൽ മതി. അപ്പം അമ്മായിയമ്മ മരുമകൾ ബഹളങ്ങളൊക്കെ നടക്കുന്ന സമൂഹത്തിൽ ഒരു സമാധാന സ്ഥാപനം. ഇവിടെയാണ് പറയുക, സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. കുടുംബത്തെ സ്വർഗമാകുന്ന 7ാമത്തെ തൂണ് സ്നേഹം. ദമ്പതിമാരെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നാണ് പറയുക. ദമ്പതിമാരെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. എന്താണ് ഈ സ്നേഹം? വറുത്തതും പൊരിച്ചതും ഒലത്തിയതും ഇഷ്ടം പോലെ തിന്നുന്നതല്ല സ്നേഹം. പിന്നെയോ ഉള്ളതുകൊണ്ട് ഓണം പോലെ. സ്നേഹമെന്ന് പറഞ്ഞാൽ ഉള്ളിൽ വെച്ചാൽ പോരാ, പുറത്തോട്ട് പ്രകടിപ്പിക്കണം. പല ആണുങ്ങളുടെ ഓർമ്മ സ്നേഹം പ്രകടിപ്പിച്ചാൽ പെങ്കോന്തനാന്ന് വീട്ടുകാർ കരുതുമെന്നാണ്. ഒരിക്കലുമില്ല, സ്നേഹം പ്രകടിപ്പിക്കേണ്ടതല്ലേ. ഭാര്യാഭർത്താക്കന്മാർ ധ്യാനിക്കാൻ വന്നു. സ്ത്രീ പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭർത്താവ് എന്നെയല്ലേ കെട്ടിയിരിക്കുന്നത്, 25 ഏക്കർ റബ്ബർ തോട്ടത്തെയും ഒരു മാരുതിക്കാരനെയുമാണ്. മാസത്തിൽ 5 ദിവസം പോലും ഇയാൾ എൻ്റെ കൂടെ വന്ന് താമസിക്കുകയില്ല. ഞാൻ പറഞ്ഞു, മോനെ, ഭാര്യ പറയുന്നത് കേട്ടില്ലേ, അപ്പോൾ ഒരല്പമൊക്കെ സ്നേഹമൊക്കെ വേണ്ടേ, അവൾക്കിതൊക്കെ ആവശ്യമില്ലേ? ഉടനെ അവൻ പറയാ, പൊട്ടി, അവൾക്ക് വല്ല വിവരമുണ്ടോ അച്ഛാ? അവൾക്ക് എന്നാത്തിൻ്റെ കുറവാച്ചാ ഞാൻ വരുത്തിയിരിക്കുന്നത്? എല്ലാം ഇഷ്ടം പോലെ. ദിവസം 5 ഷീറ്റ്, ഒരു അംബാസഡർ കാറ്, സമർത്ഥനായൊരു ഡ്രൈവർ, ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു, അതാ കുറവ്, ഡ്രൈവർ പോരാ, നീ തന്നെ സ്ഥലത്ത് വേണം, ഇതാണ് കുറവ്. അപ്പം സ്നേഹം ഉള്ളി വെച്ചാൽ പോരാ, അത് പ്രകടിപ്പിക്കണം. അപ്പം അങ്ങനെ ദമ്പതികളായാലും ഓർക്കുക, നിങ്ങൾ അപ്പനമ്മമാരുടെ കടമ കൂടി ഉള്ളവരാണ് കേട്ടോ. കുഞ്ഞുങ്ങളുള്ളവർക്കെല്ലാം അപ്പൻ്റെയും അമ്മയുടെയും കടമയുണ്ട്, അത് നമ്മൾ മറക്കരുത്. മക്കളുടെ പരിശീലനത്തിൽ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇന്നൊരു പുതിയ കാലത്ത് കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപവൽക്കരണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കേണ്ടത് പിതാവും മാതാവുമാണ്. നമുക്കറിയാം, മക്കൾക്ക് നമ്മുടെ കുഞ്ഞുനാൾ മുതലേ നമ്മുടെയൊക്കെ മക്കൾ നാളെ ആരായി തീരുമെന്നുള്ളതിൻ്റെ ചെറിയ സൂചന കാണിക്കും. അത് കണ്ടറിഞ്ഞ് മക്കളെ വളർത്തിയെടുക്കണം. നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മുടെയൊക്കെ മക്കൾ നാളെ ആരായി തീരുമെന്ന്, നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ടല്ലേ ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിയിലിട്ട് താരാട്ട് പാടുന്നത് എന്താ? രാരാരോ രാരി രാരോ. നമ്മളോർക്കും കേൾക്കാൻ രസമുള്ള ലല്ലവി പല്ലവി ഈരടി അമ്മ വെറുതെ പാടുക അല്ല. ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിയിലിട്ട് ആട്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമാണ് താരാട്ട്. എന്താണ് ചോദ്യം? ദൈവമായ കർത്താവേ, തൊട്ടി കിടക്കുന്ന ഈ സാധനം ആരാരോ? ഒരു പിടിയുമില്ല. ഇത് ശിവരശനാണോ, വീരപ്പനാണോ, നക്കീരൻ ഗോപാലനാണോ, ഒസാമ ബിൻ ലാദനാണോ? ഇതാരാരോ? ഈ കിടക്കുന്നത് അൽഫോൻസ അമ്മയാണോ, ചാവറ അച്ഛനാണോ, മദർ തെരേസയാണോ? ഇതാരീരാരോ? ഒരു പിടിയുമില്ല. ദൈവമാ മക്കളെ ആക്കി തീർക്കുക. അപ്പോൾ ആ മക്കൾക്ക് നന്മയുടെ വഴികൾ പറഞ്ഞു കൊടുക്കാനുള്ള കടമ ഒരപ്പൻ്റെയും അമ്മയുടെയും കടമയാണ്. ഏതെങ്കിലും ഒരു കുഞ്ഞ് തൂമ്പാ കൊണ്ട് വെട്ടുന്നു, മാന്തുന്നു, മറിക്കുന്നു, മണ്ണ് മാന്തുന്നു, തകിടം മറിക്കുന്നു, തീങ്കുത്താണോടാന്ന് ചോദിച്ച് അവനെ വഴക്ക് പറയരുത്. ആ മോനായിരിക്കും വളർന്നു വരുമ്പോൾ ഒരു JCB ഡ്രൈവറാകാനുള്ള സാധ്യത. എല്ലാം മാന്തിപ്പറിക്കുന്ന കൊച്ചിനാണുള്ളത്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ദൈവവിളി കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. ചില പിള്ളേരെ കാണാം, കുഞ്ഞുനാൾ മുതൽ പുതപ്പും പുതച്ച് ചാക്കുന്നൂരിട്ട് പത്രക്കള്ളാസും ചുരുട്ടിക്കേട്ടി ധൂപുകുറ്റി ആട്ടുന്ന പോലെ നടക്കുന്ന കാണാം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നേ. അച്ഛനാകാനുള്ള താല്പര്യം അതിൽ വളർത്തണം. ചിലർ ചാക്കുനൂലിനേറ്റം ചെവി വെച്ച് മറ്റേ ഏറ്റവും കൂട്ടുകാരൻ്റെ നെഞ്ചത്ത് വെച്ചിട്ട് പറയും, ശ്വാസം നീട്ടി വിടറ, വലിച്ചു വിടറ, കുറുക്കി വിടറ, അയച്ചു വിടറ. ഡോക്ടറാകാൻ സാധ്യത. ചിലർ ഈർക്കിലിയും കമ്പും എടുത്ത് പഠിക്കാവട പഠിക്കാവട പഠിക്കാവട. സാറാകാൻ സാധ്യത, ടീച്ചറാകാൻ സാധ്യത. ചിലർ കള്ളനും പോലീസും കളിക്കുന്നു. ചിലർക്ക് കള്ളനാകാൻ സാധ്യത, ചിലർക്ക് പോലീസാകാൻ സാധ്യത. ഈ കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് കള്ളനാക്കി മാറ്റുക? അപ്പനും അമ്മയും കൂടെ. കുഞ്ഞിനെ ഇങ്ങനെ തൊട്ടിയിലിട്ട് ആട്ടുമ്പം കുഞ്ഞിങ്ങനെ ചിരിച്ച് കിടക്കുമ്പം അപ്പനും അമ്മയും തൊട്ടിയെ നോക്കിയിട്ട് പറയും, കണ്ടോ കള്ളൻ്റെ കിടപ്പ് കണ്ടോ, കള്ളിയുടെ ചിരി കണ്ടോ. സ്കൂളിൽ നിന്ന് വരുമ്പം കള്ളൻ്റെ ഓട്ടം കണ്ടോ, കള്ളിയുടെ ചാട്ടം കണ്ടോ. ഇങ്ങനെ കള്ളനും കള്ളിയായിട്ട് നമ്മൾ മക്കളെ വളർത്തുന്നു. പിള്ളേരെ ആദ്യമായിട്ട് നുണ പറയാൻ പഠിപ്പിച്ചതാരാ? നമ്മൾ തന്നെ. കുഞ്ഞ് കാറിക്കൊണ്ട് നിന്നപ്പോൾ അമ്മ വട്ടയപ്പം കയ്യിലെടുത്തു. കുഞ്ഞ് പറഞ്ഞു, അമ്മേ അപ്പം അപ്പം അപ്പം. അമ്മ കൈ വീശി പറഞ്ഞു, കാക്ക കൊണ്ടുപോയി, കാക്ക കൊണ്ടുപോയി.
കൊച്ചു കാറാൻ തുടങ്ങും. എന്നാൽ ഈ കാക്ക എൻ്റെ തന്നെ അപ്പം കൊണ്ടുപോയാലോ. കുറച്ച് കരഞ്ഞു കഴിയുമ്പോൾ അമ്മ കൈവെട്ടത്തിൽ കാണിക്കും. ഇല്ലേ കേട്ടോ, അമ്മയുടെ കയ്യിലുണ്ട്. ആദ്യമായിട്ട് കൊച്ചിനെ നുണ പറയാൻ പഠിപ്പിച്ചത് ആരാണ്? അമ്മ. അമ്മയാണ് കുഞ്ഞിനെ കള്ളം പറയാൻ പഠിപ്പിക്കുക. നമ്മുടെ മക്കൾക്ക് 3 വിദ്യാഭ്യാസങ്ങൾ കൊടുത്തിരിക്കണം. 1 ഭൗതിക വിദ്യാഭ്യാസം, 2 ആത്മീയ വിദ്യാഭ്യാസം, 3 ലൈംഗിക വിദ്യാഭ്യാസം, സെക്സ് എഡ്യൂക്കേഷൻ. ഇത് 3ഉം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് അപ്പൻ്റെ അമ്മയുടെയും കടമയാണ്. ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പരമാവധി നമ്മുടെ മക്കളെ പഠിപ്പിക്കുക, അതിനുള്ള സാധ്യത തുറന്നു കൊടുക്കുക, ലോകത്തിൻ്റെ അറിവുകൾ ഏതെല്ലാം വിധത്തിൽ ആർജിക്കാൻ പറ്റുമോ അതെല്ലാം സ്വന്തം മക്കൾക്ക് കൊടുക്കുക. ഭൗതിക വിദ്യാഭ്യാസം. 2 ആത്മീയ വിദ്യാഭ്യാസം. വീട്ടിലെ ഒരു കൊച്ചു കുഞ്ഞിന് 4 വയസ്സാകുമ്പോൾ സഭയുടെ നമസ്കാരങ്ങൾ അമ്മ കുഞ്ഞിനെ കാണാപ്പാഠം പഠിപ്പിച്ചിരിക്കണം. പല സഭകളിലും ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ബൈബിൾ വാക്യം കാണാപ്പാഠം പഠിപ്പിക്കുന്നവർ. ഇപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മാലാഖ, സ്വലോകരാജ്ഞി, മിശിഹ നമ്മെ പ്രതി മരണത്തോടും കീഴ്വഴങ്ങി, രാജകന്യകെ, ഭാഗ്യപ്പെട്ട മാർ യോസേപ്പ്, അളവില്ലാത്ത സകല സ്വരൂപി, ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുക. ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ, പാരമ്പര്യ ഗാനങ്ങൾ പഠിപ്പിക്കണം, പാരമ്പര്യ പ്രാർത്ഥനകൾ പഠിപ്പിക്കണം. 91, 92 സങ്കീർത്തനങ്ങൾ, അതുപോലെ 21, 23 സങ്കീർത്തനങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞങ്ങ് പഠിപ്പിക്കുക. ഇളം മനസ്സിലത് കാണാപ്പാടമാണ്. അതൊക്കെ അവരുടെ ജീവിതത്തെ ബാധിക്കും. ഇന്ന് പലരുടെയും താല്പര്യം എന്താ? കുഞ്ഞിനെ കൊണ്ട് കൊഞ്ഞ പറയുന്ന ഭാഷയിൽ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഇത് ആർക്ക് കേൾക്കണം? ഇത് ഇങ്ങനെയൊക്കെ നമ്മുടെ ലോകം പോവുക. അപ്പോൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക, പഠിപ്പിക്കുക. ആത്മീയ വിദ്യാഭ്യാസം. വേദപാഠത്തിന് 50-ൽ 48 മാർക്ക് കിട്ടുന്ന കുട്ടിയോട് ആർക്ക് വേണം വേദപാഠത്തിൻ്റെ പീറ മാർക്ക് കണക്കിന് മേടിക്കാമെങ്കിൽ സമ്മാനം തരാം. വേദപാഠത്തിൻ്റെ സ്റ്റാൻഡേർഡ് കുറയ്ക്കുന്ന വർത്തമാനം മക്കളോട് പറയരുത്. ഞായറാഴ്ച കുർബാനയ്ക്ക്, ഉച്ചകുർബാനയ്ക്ക് ഇവിടെ വന്ന് കുട്ടിയോട് ചോദിക്കണം, പള്ളിയിൽ നിന്ന് അച്ഛൻ വായിച്ച ബൈബിൾ ഭാഗം എന്താ, വേദപാഠ ക്ലാസ്സിൽ പഠിപ്പിച്ചത് എന്താ, പ്രസംഗത്തിൽ അച്ഛൻ വല്ല കഥയും പറഞ്ഞ കഥ ഏതാ ചോദിക്കണം. അങ്ങനെ കുഞ്ഞുങ്ങളോട് ചോദിക്കണമെങ്കിൽ നമ്മൾ തന്നെ നേരാവണ്ണം കേൾക്കണം. അച്ഛൻ പള്ളിയിൽ ഏത് ബൈബിൾ ഭാഗമാണ് വായിച്ചതെന്നുള്ളത്. ഒരച്ഛൻ പള്ളിയിൽ ഇങ്ങനെ സുവിശേഷവാനിയായി ഗായകസംഘം പാടി എഴുതി നരകുലരക്ഷകനാം കപ്പിയാർ ധൂപകുരിക്ക് അത് കുന്തിരിക്ക് വിട്ടു, മധുപക മുഴുവൻ പുകപടലം കൊണ്ടങ്ങ് നിറഞ്ഞു. അച്ഛൻ ബേമയിൽ നിന്നും അൾത്താരെ വെച്ച ബൈബിൾ ആഘോഷമായിട്ട് എടുക്കാൻ വേണ്ടി പോയി വായിക്കാനായിട്ട് ചെന്ന് നോക്കുമ്പോൾ കപ്പിയാർ ബൈബിൾ വെക്കാൻ മറന്നുപോയിരിക്കുന്നു. അച്ഛൻ അരിശം വന്നു. അച്ഛൻ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ബൈബിൾ ഉള്ളതുപോലെ ഇങ്ങനെ മുമ്പോട്ട് വന്നു. മൈക്രോഫോണിന് മുമ്പിൽ ഒന്ന് ഉറക്കെ പറഞ്ഞു, ഒരു ബൈബിൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വായിക്കാമായിരുന്നു. എല്ലാവരോടും പറഞ്ഞു, നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അപ്പം ഇത്രയും നമ്മുടെ ശ്രദ്ധയുള്ളൂ. അപ്പം നമ്മൾ കേട്ടിട്ട് വേണം നമ്മുടെ മക്കളോട് ചോദിക്കാൻ. ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ തലമാണത്. അതുപോലെ തന്നെ സമയത്തും കാലത്തും ഒരുങ്ങി പള്ളിയിൽ പോകണം. 7:30 കുർബാനയ്ക്ക് 5 മിനിറ്റ് മുമ്പേ ചെന്ന് മുട്ടുകൂത്തുക, ബൈബിൾ തെളിച്ച് വായിക്കുക, തെളിച്ച് പ്രാർത്ഥിക്കുക. ഇതെല്ലാം ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ തലങ്ങളാണ്. അതുപോലെ തന്നെ ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങൾ കുടുംബത്തിൽ വരുത്തി കൊടുക്കുക. ഒപ്പം ക്രൈസ്തവ ചാനൽ, നമുക്കറിയാം ശാലോമൊക്കെ പോലുള്ള ചാനലുകൾ നമ്മുടെ കുടുംബത്തിൽ തുറന്നു വെക്കുക. ഇതൊക്കെ നമ്മുടെ ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ തലങ്ങളാണ്. അത് കുഞ്ഞുങ്ങൾക്കായിട്ട് നമ്മൾ ക്രമീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം കുഞ്ഞുങ്ങളുടെ ആത്മീയ വളർച്ചയിൽ ഏതെല്ലാം മേഖലയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞു കൊടുത്ത് വളർത്തിക്കൊണ്ടുവരിക ആത്മീയ വിദ്യാഭ്യാസം. ഒപ്പം ലൈംഗിക വിദ്യാഭ്യാസം, സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ 10 വയസ്സായ പെൺകുട്ടിയെ അമ്മ പറഞ്ഞു കൊടുക്കണം ഒരു പെണ്ണിൻ്റെ ദേഹം ദൈവം എങ്ങനെ അമ്മയാക്കാൻ ഒരുക്കുന്നു. അറിയത്തില്ലേ? നമ്മുടെ ബുക്ക് സ്റ്റാളിൽ നിന്നും അമ്മച്ചി ഞാൻ എവിടെ നിന്ന്, അല്ലെങ്കിൽ അവൾ വളരുന്നു എന്ന പുസ്തകം പെൺകുട്ടിക്ക് മേടിച്ചു കൊടുക്കണം. 10 വയസ്സായ ആൺകുട്ടിക്ക് അപ്പൻ ഒരു ആണിൻ്റെ ശരീരത്തെ ദൈവം എങ്ങനെ അപ്പനാക്കാൻ ഒരുക്കുന്നു. അറിയത്തില്ലേ? അവൻ വളരുന്നു, അപ്പച്ച ഞാൻ എവിടെ നിന്ന്, ഈ പുസ്തകം മേടിച്ചു കൊടുക്കണം. ഇന്ന് ദൈവമില്ലാത്ത മനുഷ്യൻ, മതമില്ലാത്ത മനുഷ്യൻ, അങ്ങനെയുള്ള ചിന്തകളും മറ്റുമൊക്കെ മനുഷ്യൻ്റെ മനസ്സിൽ കൊച്ചു കുരുന്നു മനസ്സുകളിൽ മുളച്ചു പൊങ്ങുമ്പോൾ ലൈംഗികതയിൽ അടങ്ങിയിരിക്കുന്ന ദൈവീകത പഠിപ്പിക്കാൻ പറ്റുന്നത് അപ്പനമ്മമാർക്കാണ്. അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ലൈംഗിക വിദ്യാഭ്യാസം. ഇതെല്ലാം കഴിഞ്ഞ് അവരുടെ യഥാർത്ഥ പ്രായപൂർത്തിയാകുമ്പോൾ ആഗ്രഹിക്കുന്ന ജീവിതാന്തസ്സിൽ പ്രവേശിപ്പിക്കുക, അനുഗ്രഹിക്കുക. അങ്ങനെ കൃപയുടെ വഴികളിലൂടെ ആ മക്കളെ ജീവിക്കാൻ വിട്ടുകൊടുക്കുക. ഇനി ചിന്തകളെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചിന്ത കൂടെ ബാക്കി നിൽക്കുന്നു. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടപ്പാട് കുടുംബവുമായി ചേർത്ത് വെച്ച് വേണം നമ്മളിത് കാണാൻ. എല്ലാ മക്കൾക്കും ഒരു കടപ്പാടുണ്ട്. ആരോട്? സ്വന്തം അപ്പനോട്, അമ്മയോട്. മാതാപിതാക്കളോട് മക്കൾക്കുള്ള ഒരു വലിയ കടപ്പാടുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു,
നല്ല കാലത്തോളം നീ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് അപ്പനെ ബഹുമാനിക്കണം, അമ്മയെ സ്നേഹിക്കണം. എഫേസ്യസ് ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹത്തിൽ വളർത്തുക. മക്കളോട് പറയുന്നു, മാതാപിതാക്കളോട് നിങ്ങൾ വിധേയത്വം ഉള്ളവരായി മാറുക. മത്തായി സുവിശേഷം 25 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യവിധിയിലെ 5 ചോദ്യങ്ങൾ. അന്ത്യവിധിയിൽ ക്രിസ്തു ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിലാണ്. എൻ്റെ അന്ത്യവിധി ഒരച്ഛൻ എന്നുള്ള എൻ്റെ ജീവിത വെളിച്ചത്തിലാണ്. നിങ്ങളുടെ അന്ത്യവിധി കുടുംബജീവിത വെളിച്ചത്തിലാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, മക്കൾ മാതാപിതാക്കൾ ബന്ധത്തിൽ. 5 കാര്യങ്ങൾ ചോദിക്കുന്നു. 1, എനിക്ക് വിശന്നു ദാഹിച്ചു, നീ എനിക്ക് ഭക്ഷണം തന്നോ, പാനീയം തന്നോ? നമ്മൾ പറയുകയോ തർമ്മക്കാർക്ക് എന്ത് ഭക്ഷണം കൊടുത്തു, ആകാശപ്പറവയുടെ കേന്ദ്രങ്ങളിൽ എന്ത് ഭക്ഷണവും പാനീയവും കൊടുത്തു. ദൈവം പറഞ്ഞു കൊള്ളാം, അത് അനുഗ്രഹം കൊണ്ടുവരും. പക്ഷെ അതിലുപരി ഒന്ന്, മോനെ മോളെ പെരയ്ക്കകത്ത് ചെയ്യണം. പ്രായമായൊരപ്പൻ അമ്മ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രായമായി ഏകാന്തതയിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കൂടെ കുറേ സമയം ഇരിക്കാൻ പഠിക്കണം. ദൈവം പറയും, അപ്പ എന്ന് വിളി കേൾക്കാൻ, അമ്മ എന്ന് വിളി കേൾക്കാൻ, നിന്റെ സ്നേഹത്തിന് വേണ്ടി, ശ്രദ്ധയ്ക്ക് വേണ്ടി. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, നീ അത് തന്നോ ഇല്ലയോ? ഒരമ്മ പറഞ്ഞ, അച്ഛാ എനിക്ക് 4 മക്കൾ, 3 മക്കൾ ഒന്നാന്തരം പോളിസ്റ്റർ ചട്ടത്തുണി എടുത്തു തന്നു. ഒന്നാന്തരം പോളിസ്റ്റർ ചട്ടയുണ്ട്. ഇളയ മോൻ ബാങ്കിലെ ക്യാഷറാ, അവൻ്റെ കൈ കൊണ്ട് JK തുണി കൊണ്ട് ഒരു ചട്ട തുണിയിട്ടിട്ട് മരിച്ചാൽ മതിയെന്നാ എൻ്റെ കൊതി. ചട്ടയില്ലാഞ്ഞിട്ടല്ല, ഒരു മോൻ്റെ കൈ കൊണ്ട് ചട്ട കിട്ടാനുള്ള അമ്മയുടെ കൊതിയാണ് കാണുക. പ്രായമാകുമ്പോൾ ഈ കൊതി വർദ്ധിക്കും. 100 കൂട്ടം കാര്യങ്ങൾക്ക് ഓടി നടക്കുന്നു. പള്ളിക്കാരൻ, രാഷ്ട്രീയം, പൊതുക്കാര്യം, പലതിൽ ഓടി നടക്കുമ്പോൾ കർത്താവ് പറയുന്നു, അപ്പൻ്റെയും അമ്മയുടെയും കൂടെ വാർദ്ധക്യത്തിൽ കുറേ സമയം നമ്മൾ കൂടെ ഇരിക്കണം. ആരുമില്ലാതെ ഒറ്റയ്ക്കുള്ള പേരപ്പനോ ഇപ്പാപ്പനോ ആരെങ്കിലും ആയിക്കോട്ടെ, ജീവിത പങ്കാളി മരിച്ചവരായിക്കോട്ടെ, ആരെങ്കിലും കൂടെയുണ്ടോ അവർക്ക് കൂടുതൽ സമയം കൊടുക്കുക, കരുതൽ കൊടുക്കുക. നിന്റെ സ്നേഹത്തിന് വേണ്ടി വിശന്നു, നിന്റെ സ്നേഹത്തിന് വേണ്ടി എനിക്ക് ദാഹിച്ചു, സ്നേഹത്തിൻ്റെ ഭക്ഷണം തന്നോ, സ്നേഹത്തിൻ്റെ പാനീയം തന്നോ? തന്നെങ്കിൽ സ്വർഗം, ഇല്ലെങ്കിൽ നരകം. 2, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നീ എനിക്ക് മരുന്ന് തന്നോ എന്നല്ല ചോദിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ അതിന് കൂടി വരേണ്ട വചനമതാ. രോഗിയായിരുന്നു, മരുന്ന് തന്നോ? ആ ചോദ്യമില്ല. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥയിൽ കഴിയുന്നവർ നമ്മുടെ സാന്നിധ്യം കൊണ്ട് ആശ്വാസം കൊടുക്കണം. വിദേശത്തുള്ള മോൻ എത്രമാത്രം പണം അയച്ചു കൊടുത്താലും ഭക്ഷണം കഴിക്കുമ്പോൾ, മരുന്ന് കഴിക്കുന്ന സമയത്ത് അപ്പൻ്റെ ഒരു ചോദ്യമുണ്ട്, അവൻ വന്നോ? മരുന്നല്ല അവനാണ് പ്രശ്നം, മരുന്നല്ല അവളാണ് പ്രശ്നം. ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ അവർക്ക് ആശ്വാസം കൊടുക്കുക. പ്രായമായി വീട്ടിലാരെങ്കിലും കിടപ്പുണ്ടോ, മാസത്തിൽ 1 പ്രാവശ്യം അച്ഛനെ കൊണ്ട് കുർബാന എഴുന്നേൽപ്പിച്ച് കൊണ്ട് കൊടുക്കണം, കുമ്പസാരിപ്പിക്കണം. മഠത്തിലേക്ക് സിസ്റ്റേഴ്സ് ഫ്രീ ആയിട്ടുണ്ടോ, അവരെ വിളിച്ചു കൊണ്ടുപോയി വീട്ടിൽ പ്രായമായിട്ട് വർത്തമാനം പറയിപ്പിക്കണം. അത് മക്കളുടെ കടമയാണ്. പരമാവധി ആശ്വാസം കൊടുക്കുക. ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചു. 3, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു. പുതിയ നിയമത്തിൽ നഗ്നതയെന്ന് പറഞ്ഞാൽ നാണം കെട്ട അവസ്ഥ, ആർക്കും വേണ്ടാത്ത അവസ്ഥ. നാണം കെട്ട അവസ്ഥ, ആർക്കും വേണ്ടാത്ത അവസ്ഥ. പ്രായമായി കിടക്കുന്ന മാതാപിതാക്കൾക്ക് വീട്ടിൽ ഒരു വല്ലാത്ത നാണക്കേട്. മോനും മോൻ്റെ ഭാര്യയും കുത്തുവാക്ക് വെച്ച് വർത്തമാനം പറയുന്നു. മനുഷ്യനെ മനക്കെടുത്താൻ വേണ്ടി മലക്കെടുപ്പ് കിടക്കുന്ന കണ്ടില്ലേ? ചത്തായിരുന്നേ മതിയായിരുന്നു, സമാധാനമായേനെയും. ഇങ്ങനത്തെ വേദനിപ്പിക്കുന്ന വാക്ക്. ചിലപ്പം ചില കാരണവന്മാർ അന്തികുദാശ കൊടുക്കാൻ ചെല്ലും പറയും, എൻ്റെ അച്ഛ മക്കൾക്കും മരുമക്കൾക്കൊന്നും വേണ്ട, മരിച്ചാൽ മതിയെന്നുണ്ട്. പക്ഷേ ആത്മാവ് നഷ്ടപ്പെടുമല്ലോ എന്നോർത്ത് മനഃപൂർവ്വം മരിക്കാതിരിക്കുക. നിങ്ങളൊരു കാര്യം ഓർത്തോണം, കാർന്നോന്മാരുടെ കണ്ണുനീര് നിങ്ങളുടെ വീട്ടിൽ വീണാൽ എത്ര പേര പൊളിച്ചു പണിതാലും വീട്ടിലെ പ്രശ്നം തീരുകയില്ല. സ്ഥലങ്ങൾ മാറി കണ്ട് പെര പണിതാലും തീരുകയില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തോടൊപ്പമാണ് ആ ശാപം യാത്ര ചെയ്യുക. പെര പണിതടത്തല്ല, പെരയുടെ സ്ഥാനത്തല്ല, തലമുറകളിലൂടെ കടന്നു വരും. മാതാപിതാക്കളുടെ കണ്ണുനീര് 7ാം തലമുറ വരെ ഒരു കുടുംബത്തിൽ ശാപം വധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു വിടുമ്പം നിങ്ങൾ നോക്കേണ്ടത് ജോലിയുടെ മുഴുപ്പല്ല, ശമ്പളത്തിൻ്റെ വലിപ്പമല്ല, എസ്റ്റേറ്റിൻ്റെ ദൈർഘ്യമല്ല, വീടിൻ്റെ മുഴുപ്പുമല്ല. പിന്നെയോ നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം, എൻ്റെ മോളെ കെട്ടിച്ചു വിടുന്ന വീട്ടിൽ 7 തലമുറകൾക്കിടയിൽ
ഏതെങ്കിലും അപ്പനും അമ്മയും വെള്ളം കിട്ടാതെ മരിച്ചിട്ടുണ്ടോ? ആ വീട്ടിൽ നിങ്ങളുടെ മകളെ കെട്ടിച്ചു വിട്ടാൽ 100 രൂപ കിട്ടിയാൽ 1000 രൂപ മരുന്നിന് പോകും. കോഴിക്ക് വസന്ത, ആടുമാടുകൾക്ക് പകർച്ചവ്യാധി, കൃഷിനാശം, ഇതൊക്കെ കുടുംബത്തിനുണ്ടാകും. ഇന്നാരും ചെയ്തിട്ടല്ല, മാതാപിതാക്കളുടെ കണ്ണുനീരിൻ്റെ ആവി ഇങ്ങനെ വരിക 7ാം തലമുറ വരെ. അപ്പം നമ്മളോട് പ്രാർത്ഥിച്ചു, പ്രായമായ മനുഷ്യരെ സഹായിച്ചും ഒക്കെ പരിഹാരം ചെയ്തുകൊണ്ട് ഈ വരുന്ന തിന്മയുടെ അന്ധകാരത്തെ നമ്മൾ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് തടഞ്ഞു നിർത്തുക എന്നുള്ളത് പറയുക. അപ്പം നമ്മളങ്ങനെ പരിഗണിച്ചില്ലേ തമ്പുരാൻ പറയും, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചില്ലെന്ന് മാത്രമല്ല, എൻ്റെ ഉള്ള തുണി കൂടി പറിച്ചെടുത്തു, നിനക്ക് നരകം. ഇതാണ് പറയുക. ശ്രദ്ധാ പരിഗണന കൊടുക്കുക. 4, ഞാൻ പരദേശിയായിരുന്നു, നീ എനിക്ക് പാർപ്പിടം തന്നോ? ഞാൻ പരദേശിയായിരുന്നു, നീ എനിക്ക് പാർപ്പിടം തന്നോ? ആരാണ് പരദേശി? അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്കൻ അഭയാർത്ഥികളല്ല. പരദേശി എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ പാർപ്പിടം കണ്ടെത്താത്തയാൾ പരദേശി. എൻ്റെ ഹൃദയത്തിൽ പാർപ്പിടം കണ്ടെത്താത്തയാൾ, ആ ആളാണ് പരദേശി എന്ന് പറയുക. കല്യാണം കഴിഞ്ഞു, മോന് അപ്പനും വേണ്ട, അമ്മയും വേണ്ട, കുടുംബത്തിൽ ആരും വേണ്ട, ഇവൻ്റെ ഭാര്യ മാത്രം മതി. ഒരു ഇടവപ്പള്ളി ഞങ്ങളിങ്ങനെ ധ്യാനിപ്പിക്കാൻ ചെന്നു. അപ്പനും മോനും കൂടെ പിണങ്ങിയിരിക്കുന്നു. പിണക്കത്തിൻ്റെ കാരണമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുഴപ്പം മോൻ്റെയാണ്. പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോൾ മുതൽ അവന് അപ്പനെയും വേണ്ട, അമ്മയും വേണ്ട, ഇവൻ്റെ ഭാര്യ മാത്രം മതി. ഞാൻ പറഞ്ഞു, നിൻ്റെ ആ തെറ്റ് അപ്പനോട് മാപ്പ് ചോദിക്കണം. അപ്പനോട് പറഞ്ഞ് മാപ്പ് ചോദിക്കും, മോൻ മാപ്പ് ചോദിക്കും, അപ്പൻ അനുഗ്രഹിച്ചേക്കണം. സമ്മതിച്ചു. പിറ്റേ ദിവസം രാവിലെ നടുക്കത്തെ കസേര ഞാനിരുന്നു, മുമ്പിൽ മേശയിട്ടു, വലതുവശത്ത് അപ്പൻ, ഇടതുവശത്ത് മോൻ. രണ്ടുപേരും ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക, ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ഈ മോൻ്റെ എളിക്കിട്ട് കുത്തിയിട്ട് പറയടാ, ഇന്നലെ പറഞ്ഞതുപോലെ പറ, അപ്പനോട് മാപ്പ് ചോദിക്കും. അവൻ പറഞ്ഞു, അപ്പ അറിയാതെ അബദ്ധം ഒരുപാട് കാണിച്ച് തെറ്റിപ്പോയി, ശപിക്കരുത്, മാപ്പാക്കണം, മേലിൽ ഞാൻ ആവർത്തിക്കുകയില്ല. അനുതാപത്തോടെ ഇരുന്നു. അപ്പനാണെങ്കിൽ മയിൽക്കുറ്റിക്ക് കാറ്റ് പിടിച്ചതുപോലെ, സർവേക്കല്ല് പോലെ ഉറച്ചിരിക്കുക, ഒരു മാറ്റവും ഇല്ല. ഞാൻ എളിക്കിട്ട് 2 കുത്തിയിട്ട് പറഞ്ഞു, ചേട്ടാ ഇന്നലെ പറഞ്ഞതുപോലെയൊക്കെ ഒന്ന് പറയാൻ പറയും. ഇയാൾ ചാടി ഇരുന്നിട്ട് എന്നെ നോക്കി, ഈ മോനെ നോക്കി, എന്നിട്ട് പറയാം, എടാ ഈ അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ടു വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് തൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, പക്ഷേ നീ ഗുണം പിടിക്കുമെന്ന് ഓർക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് ഒറ്റ ഇരിപ്പ് വരുന്നു. ഇപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ഓർക്കുക, പരദേശിയായിരുന്നു, പാർപ്പിടം കൊടുത്തു എന്നുള്ളതാണ്. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ അമ്മയ്ക്ക് അപ്പന്, അമ്മായിയപ്പന് അമ്മായിമ്മയ്ക്ക് ഇടവില്ലെങ്കിൽ അവരെൻ്റെ ഹൃദയത്തിൽ പരദേശിയാണ്. ചില പെണ്ണുങ്ങളും മറ്റും അമ്മായിമ്മയോട് പറയുന്നത് കേൾക്കാം, കിളവിത്തള്ളേ സൗകര്യമുണ്ടെങ്കിൽ ഞങ്ങളോട് നിന്നാൽ മതി, അല്ലെ വേറെ വല്ല മക്കളുടെ കൂടെ ഇറങ്ങിപ്പോക്കണം കേട്ടോ. ആരാ പറയുന്നത്? ഇന്നലെ വന്നു കയറിയവൾ ഒരു മൊട്ടക്കുന്നിനെ സ്വർഗമാക്കിയ പൂങ്കാവനമാക്കിയ അമ്മയോട് പണ്ടേതോ കുശിനിക്കാരൻ വികാരിയച്ഛനോട് പറഞ്ഞതുപോലെ, അച്ഛന് സൗകര്യമുണ്ട് എന്നോട് നിന്നാൽ മതി, അല്ലെ വേറെ വല്ല വഴിയിലോട്ടും പൊക്കോണം കേട്ടോ. ഈ ടൈപ്പ് മനുഷ്യരുണ്ട്. ഒരമ്മയ്ക്ക് 11 മക്കൾ. ഏറ്റവും ഇളയവൻ കല്യാണം കഴിഞ്ഞു. ആദ്യത്തെ കൊച്ചുണ്ടായപ്പം അമ്മ സന്തോഷത്തോടെ ചക്കര മുത്തേ പൊന്നും കൊടവേ തങ്കവേ എന്നും പറഞ്ഞ് കടിച്ചിങ്ങനെ പൊക്കിയിട്ട് കൊഞ്ചിക്കുക. ഉടനെ ഈ കൊച്ചിൻ്റെ അമ്മ പറയുക, അമ്മേ കൊച്ചിനെ സൂക്ഷിച്ചിടണം കേട്ടോ, അതിൻ്റെ കുടലെങ്ങാനും മറിഞ്ഞു പോയാലുണ്ടല്ലോ. 11 പെറ്റ തള്ളയോടാ ഇന്നലെ പെറ്റോട് പറയുന്നത്, കുടൽ മറിഞ്ഞാലുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? 12 പ്രസവത്തിൻ്റെ റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് അവൾ വന്നിരിക്കുന്നു എന്നല്ലേ ഇതിൻ്റെ ചുരുക്കം നമ്മൾ മനസ്സിലാക്കുക. ഈ കൊച്ചു വളർന്നു വരുമ്പം ഇവിടെ കുടൽ എടുക്കുകയായിരുന്നു എന്നാ ഉറപ്പ്? ഒരിക്കലും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന വാക്ക് പറയരുത്, അവരെ നൊമ്പരപ്പെടുന്ന വാക്ക് പറയരുത്. അത് പിന്നീട് നമുക്ക് ശാപമായിട്ട് മാറും. 5, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചു. കാരാഗൃഹം ഇല്ലാതെയാകുന്നത് സന്ദർശനം വഴിയാണ്. നമ്മൾ ഏത് സെൻട്രൽ ജയിലിൽ ചെന്നാലും സന്ദർശകർ ചെല്ലുമ്പോൾ പിന്നെ ജയിലില്ല. ഏത് വീട്ടിൽ ചെന്നാലും സന്ദർശകരില്ലേ, വീട് ജയിൽ. ഇവിടുത്തെ നമ്മുടെ 8 മുറിയുള്ള 2 നിലയുള്ള മുഴുത്ത കെട്ടിടം. ആ കെട്ടിടത്തിൽ പ്രായമായ അപ്പനും അമ്മയും കട്ടിലേക്ക് കിടക്കുന്നു. തൂങ്ങിപ്പൊങ്ങാൻ വേണ്ടി കയറ് കെട്ടിത്തൂക്കിയിട്ട് കൊടുത്തിരിക്കുന്നു. അവിടെ മാത്രം ഇരിപ്പ്. മോനോ ഭാര്യയോ മക്കളോ ആരും അപ്പൻ്റെ അമ്മയുടെ അടുക്കിലേക്ക് പോയില്ലെങ്കിൽ ആ കിടക്കുന്ന മുറി കാരാഗൃഹമാണ്. പണ്ടത്തെ കാലത്ത് കാർന്നോന്മാരെ വലിയ സ്വത്തായും ഭാഗ്യമായും കാണാൻ നമ്മുടെ പൂർവികർ പഠിപ്പിച്ചു. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ എൻ്റെ അമ്മ വീട്ടിൽ വരുമ്പോൾ വല്യമ്മച്ചി പല്ലില്ല, ബെറ്റക്കറ പിടിച്ച നീണ്ട ചട്ട, മുഷിഞ്ഞ ഒരു മുണ്ട്, കുണുക്കിട്ടിട്ട് ഇങ്ങനെ പാവയ്ക്കാപ്പട്ടത്തിൻ്റെ തുള പോലെ കീഴോട്ട് ഒരു വൃത്തം ഇങ്ങനെ ഞാന്ന് കിടക്കുന്നു. അമ്മ ബെറ്റയും പുകലയും അടയ്ക്കായും ചുണ്ണാമ്പും കൂടെ തന്നിട്ട് പറയും, ഇടിച്ചു കൊടുക്കുക വല്യമ്മച്ചിക്ക് എന്ന് പറയും. ഞാൻ ഇടിച്ച് ഈ വല്യമ്മച്ചിക്ക് അവലോസൻ്റെ പോലെ ഉരുട്ടിയിട്ട് ബെറ്റാ പുകല അടയ്ക്കാ ചുണ്ണാമ്പ് ഉരുട്ടി കൂട്ടി കൊടുക്കും.
വല്യമ്മച്ചി ചിരിച്ചോട് വായിലിട്ട് ഒരു ഞെക്ക് ഒരമക്ക് പിന്നെ ഒരു തുപ്പ്. ഏതാണ്ട് ടാപ്പിൽ നിന്ന് ചോര വീഴുന്ന പോലെ തുപ്പലിങ്ങനെ പുറത്തേക്ക് പോകുന്നു. ഞാനോർത്തു അത്ഭുത വല്യമ്മച്ചി അവലോസുണ്ട വായിലിടുന്നു, ചോരവെള്ളം പുറത്തോട്ട് തുപ്പുന്നു. എൻ്റെ അമ്മയ്ക്ക് ഈ പ്രായമാകുമ്പം ഇതുപോലെ വെറ്റയിടിച്ച് കൊടുക്കണമെന്ന് ഓർത്തു. പക്ഷേ ഇന്ന് വെറ്റയും പോയി നമുക്കങ്ങനെ അതില്ല അവസരത്തിൽ. അപ്പം ഇതായിരുന്നു പഠിപ്പിച്ച പാരമ്പര്യം. കാരണവന്മാരെ ഭാഗ്യമായിട്ട് കാണുക, അനുഗ്രഹമായിട്ട് കാണുക. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ വളർന്നു വന്ന കൊച്ചുമക്കൾ വളരെ മിടുക്കരായിരുന്നു. കാരണം കാരണവന്മാരിൽ നിന്ന് കിട്ടിയ, വല്യപ്പനിൽ നിന്നും വല്യമ്മയിൽ നിന്നും കിട്ടിയ വിശുദ്ധ പാരമ്പര്യം. ഇന്ന് കെട്ടി ഒറ്റയ്ക്ക് പെട്ടെന്ന് മാറി ഒരു പൊട്ടനും പൊട്ടിയും കൂടെ ഒരു പൊട്ടക്കൊച്ചിനെയും വളർത്തിക്കൊണ്ട് വരും, ഒരു വിവരമില്ലാത്ത രീതിയിൽ. അപ്പം അവരുടെ സാന്നിധ്യം ഉണ്ടോ, ആ സാന്നിധ്യം കൊടുക്കണം. ആ സാന്നിധ്യം കൊടുത്തുകൊണ്ട് മാതാപിതാക്കൾക്ക് മക്കൾ ഒരു ഭാഗ്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. വലിയ വീട്, ഭർത്താവും ഭാര്യയും ഭർത്താവും കൂടെ അപ്പനോടും അമ്മയോടും പറഞ്ഞു, ദേ ഞങ്ങളെ കാണാൻ ഒരുപാട് പേര് വരും. അങ്ങനെ കാണാൻ വരുമ്പോൾ നിങ്ങളുടെ ഷേപ്പില്ലാത്ത മോന്തയും കാണിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തോട്ടിറങ്ങി വന്നേക്കല്ലേ, ഞങ്ങൾക്കത് നാണക്കേടാണ്. അപ്പനും അമ്മയും അകത്തെ മുറിയിൽ ഇങ്ങനെ ഇരുന്നു. ഒരു ദിവസം സന്ദർശക മുറിയിൽ വളകിലുങ്ങുന്നു, പാത്രം ഒരുങ്ങുന്നു, നല്ല ചിരിക്കുന്ന സ്വരം. ഇവർക്ക് വലിയൊരാഗ്രഹം എന്താ നടക്കുന്നതെന്ന് കാണാനായിട്ട്. അവർ ഭിത്തിയെ പിടിച്ച് പൂച്ചയാണെന്ന് പോലെ അള്ളിപ്പിടിച്ച് സന്ദർശക മുറി വന്നപ്പോൾ മരുമകളൊരു കനട്ട് വരല്ലെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു. മെനക്കെടുത്ത് അത് കയറി പൊക്കോണം കേട്ടോ. മോനോ ഒന്നും മിണ്ടിയില്ല. തൊണ്ട കുറിക്കൊരു ശബ്ദം. ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ശബ്ദം കേൾപ്പിക്കുന്നതിൻ്റെ അർത്ഥം. അത് പെട്ടെന്ന് മനസ്സിലാകുന്ന അമ്മയ്ക്കാണ്. ഭാര്യയേക്കാൾ കൂടുതൽ മോനെ മനസ്സിലാകുന്ന അമ്മയാണ്. കാരണം ഭാര്യ കെട്ടിയവനെ കാണാൻ തുടങ്ങിയത് 25 വയസ്സിന് ശേഷമാണ്. അമ്മ പെറ്റപ്പം മുതൽ ഇവനെ കാണുന്നത്. ഇവൻ്റെ സകല മാറ്റവും ഭാവവും അമ്മയ്ക്ക് മനസ്സിലാവും. ഒരു മോൻ ഭാര്യയുടെ ഉപദേശം കേട്ടിട്ട് ഷർട്ടിൻ്റെ കൈ അങ്ങോട്ട് തെറുത്ത് കയറ്റിയിട്ട് പറഞ്ഞു, കിളവിത്തള്ളേ, ഞാനും എൻ്റെ ഭാര്യയും പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് ജീവിച്ചില്ലേ, നിങ്ങളെ ഞാൻ ഇപ്പം കാണിക്കാൻ കേട്ടോ. സാധാരണ തള്ളമാർ പേടിച്ചു പോകും. ഈ തള്ള ഒരു മുറ്റ് സാധനമാണ്. അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കുക, നിന്റെ എന്നതാടാ ഇനി ഞാൻ പ്രത്യേകം കാണാനായിട്ട് ബാക്കിയുള്ളത്? അവൻ്റെ സകലമാന വ്യൂസ് ഊരിപ്പോയി ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അങ്ങനെ ഭാഗ്യപ്പെട്ട അനുഗ്രഹം ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ തലമുറയുടെ പ്രകാശമായി ഉത്തമമായ കുടുംബജീവിതം നയിച്ച് ഭാഗ്യപ്പെട്ട ജീവിതം നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നു. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ